അഞ്ചാം ക്ലാസ്സുകാരന്റെ കയ്യിലാണ് ഈ സാധനം കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവില്ല. അതാണ് എങ്ങനെയാണ് ഈ 2000 റുപ്യ ഈ 5 വയസ്സുകാരന്റെ 5ാം ക്ലാസ്സിലെ കുട്ടിയുടെ കയ്യിൽ കിട്ടുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ള ചോദ്യം. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ കയ്യിൽ പൈസ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം 70% ആളുകളും പ്രവാസികളാണ്. 5 വയസ്സുള്ള ചെക്കനാണ് വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ നോർമലി കേരളത്തിലുള്ള ആളുകൾക്ക് എവിടുന്ന് കിട്ടുന്നു എന്ന് വെച്ചാൽ ഈ രാസവസ്തുവിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളാണ് നമ്മൾ ഇന്നു മുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഒന്ന്, ഈ രാസവസ്തു പൊടിച്ചിട്ടോ അല്ലെങ്കിൽ അരിച്ചിട്ടോ ചുണ്ടിന്റെ ഉള്ളിലോ മൂക്കിന്റെ ഉള്ളിലോ കണ്ണിന്റെ ഉള്ളിലോ ജ്യൂസിലോ ഭക്ഷണത്തിലോ ആക്കിയിട്ട് വയറ്റിന്റെ ഉള്ളിലേക്ക് പോയാൽ കടന്നു കിട്ടിയാൽ പിന്നീട് 48 മണിക്കൂർ നമ്മുടെ കുട്ടികൾ പറക്കും, സന്തോഷത്തിന്റെ ലോകത്ത് പറക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പക്ഷെ ആ പറക്കൽ 6.5 കൊല്ലം കൊണ്ട് അവസാനിക്കും. ചത്തുപോയിട്ടുണ്ടെങ്കിൽ കുഴിച്ചിടാമായിരുന്നു, ചാവൂലേ കുട്ടികൾ. മുഴുത്ത ഭ്രാന്തന്മാരായി ഈ തെരുവീതികളിൽ കറങ്ങി നടക്കുന്നത് നമ്മളും നിങ്ങളും കാണേണ്ടി വരും. അപ്പൊ നിങ്ങൾ പറയും, വെറും എന്ത് ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വിടാൻ പറ്റുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. നിങ്ങളുടെ കയ്യിലെല്ലാം മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. സോംബിയൻസ് നടിക്കുക. സോംബിയൻസ് അമേരിക്കയിലെ ഫിലാഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സോംബിയൻസിനെ കൊണ്ടുപോയി തള്ളുന്ന സ്ഥലം. സോംബിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ഉന്മാദാവസ്ഥയിലായി പിന്നീട് ഒരു സന്തോഷം കിട്ടാനാവാത്ത അവസ്ഥയിൽ സ്വന്തം ശരീരം കീറി മുറിച്ച് രക്തമൊലിപ്പിച്ച് അല്ലെങ്കിൽ വേദനിപ്പിച്ച് സന്തോഷം കണ്ടെത്തുന്ന അവസ്ഥയിൽ ആ ചങ്ങാതിയുടെ കയ്യും കാലും വികൃതമായി പഴുത്ത് നശിക്കുന്ന ഒരു മനുഷ്യരൂപത്തെയാണ്, അവശനായി നടക്കുന്ന അല്ലെങ്കിൽ അവയവങ്ങൾ ഒന്നൊന്നായി അറ്ററ്റു വീണ് നടക്കുന്ന മനുഷ്യന്മാരെയാണ് സോംബിയൻസ് എന്ന് പറയുക. നിങ്ങൾ ഉറപ്പിച്ചോ, എഴുതി വെച്ചോ, ഇതിന് നിങ്ങൾക്കും എനിക്കും ഇവിടെ തടയിടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഈ നാട്ടിലൂടെ അലഞ്ഞു തിരിയുന്ന സോംബിയൻസ് നിങ്ങൾ കാണും. ഈ വേദിയിൽ ഞാനിത് പറയാൻ കാരണം, എറണാകുളത്തിന്റെ മണ്ണിൽ കഴിഞ്ഞ ദിവസം പോലീസ് ഒരു കാറിന്റെ ഡിക്കിന്റെ ഉള്ളിൽ ഒരു സോംബിയനെ കണ്ടു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ശക്തി കൂട്ടുവാൻ നമുക്ക് ഊർജ്ജമേകുന്നത്. എന്റെ മുമ്പിലിരിക്കുന്ന ഈ കുട്ടികളൊന്നും സോംബിയൻസായി മാറരുത്. നിങ്ങളെ വീട്ടിൽ ഒരു കുട്ടിയും സോംബിയൻസായി മാറരുത്. എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇത് ഉപയോഗിച്ചാൽ, 5 വയസ്സിലോ 5ാം ക്ലാസ്സിലെ കുട്ടി ഇത് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, കുട്ടി പറക്കും. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ഡാമേജ് 48 മണിക്കൂർ ഈ കുട്ടി ഉറങ്ങൂല. ഇത് ഉപയോഗിച്ചാൽ ഉറങ്ങാൻ കഴിയില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ, ഇത് ഫ്രീ ആയിട്ട് എന്തിനു കുട്ടിക്ക് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ 48ാമത്തെ മണിക്കൂറിൽ ഈ സാധനം ഇതേ അളവിൽ നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ടില്ല എങ്കിൽ കുട്ടിക്ക് മാനസികമായ വല്ലാത്ത വിഭ്രാന്തി ഉണ്ടാവും. കിട്ടിയേ പറ്റൂ. കിട്ടിയിട്ടില്ല എങ്കിൽ കുട്ടിയുടെ മൂഡ് മാറും. അതാണ് ഈ സംഭവത്തിന്റെ ഏറ്റവും ഭയങ്കര ഭീകരത. അപ്പൊ നിങ്ങളെ മക്കൾക്ക് എന്തിനാ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്തായാലും ഇത് ഉപയോഗിക്കുന്ന കുട്ടി 48ാമത്തെ മണിക്കൂറിൽ ഒരിക്കലും ബാപ്പയോട് ചോദിക്കൂല, ബാപ്പ ലേശം MDMA തരുമോ എന്ന് ഏതെങ്കിലും കുട്ടി ചോദിച്ച ചരിത്രമുണ്ടോ? കുട്ടി ചോദിക്കുക ഇത് കൊടുത്ത മനുഷ്യനോടായിരിക്കും. അപ്പൊ ആദ്യത്തെ ദിവസം പൈസക്ക് ചോദിക്കൂല, 2ാമത്തെ ദിവസം പൈസക്ക് ചോദിക്കൂല, 3ാമത്തെ ദിവസം കുട്ടി ഇത് വേണമെന്ന് പറഞ്ഞാൽ ഈ ചങ്ങാതി കുറെ കണ്ടീഷൻസ് വെക്കും. ആ കണ്ടീഷൻസിന്റെ ഭവിഷ്യത്ത് ഞാൻ കോഴിക്കോട് ജില്ലയിൽ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കാസർഗോഡിനെ കുറിച്ച് അത്ര അറിയില്ല, കണ്ണൂരിനെ കുറിച്ച് അത്ര അറിയില്ല. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം 8 വയസ്സുകാരനായ ചെക്കനാണ് ഈ സാധനം കൊടുത്ത് ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ഇത് തരില്ല എന്ന് അവൻ വാശി പിടിച്ചപ്പോ ഇക്ക എങ്ങനെയെങ്കിലും ഇനി തരണം എന്ന് പറഞ്ഞപ്പോ ഇക്ക പറഞ്ഞ വാക്കെന്തെന്നറിയോ? നിന്റെ ഉമ്മ കുളിക്കുന്ന വീഡിയോ ഇഞ്ഞി എടുത്തുകൊണ്ട് തരണം, എന്നാ മാത്രമേ ഈ സാധനം തരൂന്ന്. കുട്ടി ഈ ഉമ്മ കുളിക്കുന്ന വീഡിയോ കൊടുക്കുമോ ഇല്ലയോ? നിങ്ങൾ പറ, കൊടുക്കുവോ? കൊടുത്തിട്ടില്ല എങ്കിൽ ഈ കുട്ടിക്ക് പിന്നീട് ഈ ഭൂമുഖത്ത് നിലനിൽക്കാൻ കഴിയില്ല. വിഡ്രോബേ സിൻഡ്രം, അതായത് ശരിക്കും ഭ്രാന്തമായ അവസ്ഥ. അതാണ് വിഡ്രോബേ സിൻഡ്രം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ പടച്ച് കളിക്കുക. ഇമിരിച്ച എന്നൊക്കെ പറയുമ്പോഴോ പച്ച മലയാളത്തിൽ. അവിടെ സൂക്ഷിക്കണം. ചെക്കൻ കൊണ്ടുകൊടുത്തു. ഉമ്മ കുളിക്കുന്ന 10 മിനിറ്റ് വീഡിയോ കൊണ്ടുകൊടുത്തു. അതിനുശേഷം ഈ സാധനം കൊടുത്തത്. ഈ സാധനത്തിന് ഇപ്പൊ നിങ്ങളെ മക്കൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങൾക്കൊന്നും അറിയാൻ കഴിയില്ല. കാരണം എന്താ അറിയോ? കുട്ടി ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു ഏറ്റവും വലിയ പ്രത്യേകത, പഠിക്കുന്ന കുട്ടി പഠിച്ചുകൊണ്ടേയിരിക്കും.
ഉപ്പേനെ സ്നേഹിക്കുന്ന കുട്ടി ഉമ്മേനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. കാമുകിയെ സ്നേഹിക്കുന്ന കാമുകൻ അവളെ സ്നേഹിച്ചു കൊല്ലും. ഫുട്ബോൾ ഇഷ്ടമുള്ള ചങ്ങാതി ഫുട്ബോളിനെ അങ്ങോട്ട് ആരാധിക്കും. രാഷ്ട്രീയം ഇഷ്ടമുള്ളവൻ രാഷ്ട്രീയം തന്നെ, മതം ഇഷ്ടപ്പെടുന്നവൻ വെറും മതം തന്നെ. അതങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള ഏറ്റവും മനസ്സിലാവൂല എന്ന് പറയുന്നത്. കുട്ടി ഏതെങ്കിലും കുട്ടി നല്ലോണം പഠിക്കുമ്പോൾ നിങ്ങൾ അറിയോ അമ്പമ്പോ MD MA ആണ് എന്റെ മോൻ എന്ന് പറയോ? ഇല്ല. പക്ഷെ ഇതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് വെച്ചാൽ അതിന് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടോ? നിങ്ങൾ അതിൽ വാട്സപ്പ് ഉണ്ടോ? അതുമില്ല. വാട്സപ്പിൽ കഴിഞ്ഞ ദിവസം മലപ്പുറത്തുള്ള ഒരു 18 വയസ്സുകാരന്റെ വീഡിയോ കണ്ടിട്ടില്ല നിങ്ങൾ? ആ ചക്കൻ ഒരു ലുങ്കി ഇട്ടിട്ട് ഇങ്ങനെ ഓൻ അർജന്റീനയുടെ ടീമേനു. അർജന്റീനയുടെ ഒരു പാട്ടുണ്ടല്ലോ, വാമോസ് അർജന്റീന വാമോസ് അർജന്റീന എന്ന് പറഞ്ഞ ചക്കൻ ഇങ്ങനെ നടക്കുകയാണ്. ചക്കൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ അപ്പുറത്തുനിന്ന് ഒരു നീല ബസ് ഇങ്ങോട്ട് വന്ന്. നീല ഏത് കളറായിരുന്നു? അർജന്റീന. ഇവൻ പറയും ഇതാ വരുന്ന എന്റെ മെസ്സി. 40 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ബസ്സിനെ കണ്ടിട്ട് പൊട്ടം പറയാ മെസ്സി ബോളും തട്ടി വരുന്നു. അങ്ങനെ മെസ്സി ഇങ്ങനെ ബോളും തട്ടി വരുമ്പോ വമോസ് അർജന്റീന എന്ന് പറയുമ്പോൾ വലത്തേ സൈഡിൽ നോക്കുമ്പോ ഇല്ലേ ഒരു മഞ്ഞ ഓട്ടർഷ. മഞ്ഞ ഏതേനു? മറ്റേന്റെ ശത്രു ബ്രസീൽ. ഇവനിങ്ങനെ പോകുമ്പോ മഞ്ഞ ഓട്ടർഷ നോക്കിയിട്ട് പറഞ്ഞു, കള്ള നെയ്മറേ, ഇനി എന്റെ മെസ്സിന്റെ അടുത്ത് ബോള് തട്ടാൻ ഞാൻ മരിക്കണടാ, എന്നാലേ എനിക്ക് ബോള് കിട്ടൂന്ന്. ഇവനെന്താ ചെയ്തെന്നറിയോ? ഈ ഓടി വരുന്ന ബസ്സിന് നേരെ തിരിഞ്ഞോടി തല കൊണ്ട് ബസ്സിന് ഒരൊറ്റ കുത്ത്. എന്ത് സംഭവിക്കും? കുത്തിയാൽ അതേപോലെ തിരിച്ച് ഓട്ടോറിക്ഷന്റെ മുമ്പിൽ ഇവൻ വീണപ്പോ ഈ ജഗതിക്ക് ബോധം തെളിയുന്ന പോലെ ബോധം തെളിച്ചിട്ട് ഓട്ടോറിക്ഷയോട് പറയാ, ഞാൻ മരിക്കണം നെയ്മറേ, ഞാൻ മെസ്സിന്റെ ബോള് ഹെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഗോളായിട്ടുണ്ടാവും. ആ ചക്കൻ ഇന്ന് വരെ ബോധം വന്നിട്ടില്ല. അതാണ് അതിന്റെ രസം. അതാണ് MDM. ഫുട്ബോളിനെ സ്നേഹിക്കുന്നത്. പക്ഷെ മെസ്സിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഓ നിങ്ങളെ കൊല്ലും. പ്രണയിക്കുന്ന ചങ്ങാതി ആ പ്രണയിക്കുന്ന പെണ്ണ് ചെക്കനെ പറ്റിച്ചു എന്ന് തോന്നിയിട്ടുണ്ട് എങ്കിൽ ഓനെ കൊല്ലും. അത് നിങ്ങളെ ഞഞ്ഞാമുഞ്ഞ കൊല്ലലല്ല, കഴുത്തറത്ത് മാറ്റി കുടൽമാല പുറത്തിട്ട് ഭീകരന്മാരിൽ ഭീകരത ഉണ്ടാവും കൊലപാതകത്തിന്. എരഞ്ഞിപ്പാലത്ത് ഒരു കച്ചവടക്കാരനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി 18 വയസ്സുകാരി പെൺകുട്ടി മാർബിൾ മുറിക്കുന്ന മിഷൻ കൊണ്ട് ആ ചങ്ങാതിയെ തറച്ച് മുറിച്ച് അറത്തു മാറ്റി പെട്ടിയിലാക്കി കേരളത്തിന്റെ വിവിധമായ ഭാഗങ്ങളിൽ കൊണ്ടിട്ടിട്ടുണ്ട് എങ്കിൽ ആ പെൺകുട്ടിക്ക് കൊടുത്ത ധൈര്യത്തിന്റെ പേരാണ് MDM. 9ാം ക്ലാസ്സിലെ കുട്ടി സെക്സ് ഇഷ്ടപ്പെടുന്ന കുട്ടി, അവന് സെക്സ് മാത്രം ഇഷ്ടപ്പെട്ടപ്പോ ഈ MDM എടുത്തു വരുമ്പോൾ അവൻ കണ്ടത് അവന്റെ അമ്മേനെയാണ്. 9ാം ക്ലാസ്സിലെ കുട്ടി സ്വന്തം അമ്മയെ ബലാത്സംഗം ചെയ്തില്ലേ കോഴിക്കോട് ജില്ലയിൽ? അപ്പൊ നിങ്ങളൊരു 9ാം ക്ലാസ്സിലെ കുട്ടിക്ക് 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് ബലാത്സംഗം ചെയ്യാൻ അറിയാവുന്നില്ല നിങ്ങൾ ചോദിക്കും. കഴിഞ്ഞ ദിവസം പത്രം വായിച്ചങ്ങൾ കേരളത്തിലൊരു റാപ്പ് ഗാങ്ങിൽ 13 വയസ്സുകാരി പെൺകുട്ടി ഏറ്റവും കൂടുതൽ പ്രാവശ്യം മൃഗീയമായി റേപ്പ് ചെയ്തത് 12 വയസ്സുള്ള 2 ചെക്കന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ ഓർമ്മിച്ചോ, നിങ്ങൾ പറയുന്ന കാലഘട്ടമൊന്നും അല്ല ഇത്. എനിക്ക് എന്റെ മക്കളെ, അതുകൊണ്ടാണ് ഞാനും നിങ്ങൾ തമ്മിൽ വ്യത്യാസം ഇതാണ്. എനിക്ക് എന്റെ മോനെ പേടിയാണ്. 12 വയസ്സുകാരന് പ്രണയമുണ്ട് എന്ന് എനിക്ക് ആശങ്കയുണ്ട്. എന്റെ മോന് പ്രണയമുണ്ട്. ഞാൻ എന്റെ മോനോട് സംസാരിക്കാറുണ്ട്. ഞാൻ എന്റെ മോനോട് ചോദിച്ചടാ എനിക്ക് പ്രണയമുണ്ടോ? നിങ്ങളെ മക്കളോട് ഇതുവരെ ചോദിച്ചോ പ്രണയമുണ്ടോ എന്ന് ചോദിച്ചോ? നിങ്ങൾ പോയിട്ട് ചോദിച്ചോ. നിങ്ങൾ വിചാരിക്കും ഇല്ല ബാപ്പാന്റെ മോനല്ലേ ഞാൻ, എനക്ക് പ്രണയമുണ്ടോ എന്ന് ചോദിക്കും. നിങ്ങൾ വിചാരിക്കും എന്റെ മോൻ എന്നെ മുയിച്ചിട്ട് ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു പറടോ എന്നോടല്ലേ ചോദിച്ചത് പ്രണയമുണ്ടോ എന്ന്. ഓൻ പറയാ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറയാ എന്നോട് 3ാം ക്ലാസ്സുകാരെ. എന്റെ ഭാര്യ അന്നേരം ബോധം കെട്ടുപോയി. കാരണം ഓള് പറഞ്ഞതാണ് ഞാൻ അങ്ങനെയാ അവനെ പോറ്റുന്നത്, ഓനൊരിക്കലും അങ്ങനെ പോകില്ല. പക്ഷെ ആ പൊട്ടം പറയാ ഉണ്ട്, ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചു വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയാ രമേഷിനായി, മുഹമ്മദിന് 2ആയി, ജംഗീഷിനായി, മുങ്കീഷിനായി. ഇങ്ങനെ ഓന്റെ ക്ലാസ്സിൽ 28 ആയി പോലും, 29 അവൻ ശ്രമിക്കുന്നുണ്ട് പോലും. എന്നിൽ നിന്നും മക്കളിൽ നിന്ന് എന്റെ ഭാര്യയിൽ നിന്നും കിട്ടാത്ത എന്ത് സാധനമാണ് പ്രണയത്തിന്റെ പേരിൽ മറ്റൊരു പെൺകുട്ടിയിൽ നിന്ന് ഇവന് കിട്ടുന്നത്? ചർച്ച ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് എന്റെ മോൻ വേറെ പ്രണയത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് നിങ്ങൾ ചർച്ച ചെയ്തോ? എന്നിൽ നിന്നും ഭാര്യയിൽ നിന്നും ഓന് സ്നേഹം കിട്ടുന്നില്ല. ഞാനും ഭാര്യയും ഓനോട് സംസാരിക്കുന്നില്ല, കണ്ണിലേക്ക് നോക്കുന്നില്ല. അത് തന്നെ വിഷയം. ഓനോട് സംസാരിക്കാൻ, ഓനോട് കണ്ണിലേക്ക് നോക്കാൻ, ഓനോട് കൊഞ്ചാൻ കുഴയാൻ അപ്പുറത്തെയും ഇപ്പുറത്തെയും വാട്സപ്പിലും ഫേസ്ബുക്കിലും ആളുണ്ട് എങ്കിൽ മകൻ എന്നേക്കാൾ പറഞ്ഞോ അവളുടെ പുറകെ പോകും. എനക്ക് എന്റെ ഭാര്യനെ തന്നെ സംശയമാണ്. ഓളും പോകും. കാരണം ഞാനിപ്പോ നോക്കുമ്പോൾ ഓളോട് ചിരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. ഒക്കെയാണെങ്കിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിലാണെങ്കിൽ അവളെ 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പും +1 ഗ്രൂപ്പെല്ലാം ഉണ്ട്. അതിലാണെങ്കിൽ കുറെ ചിരിക്കുവാൻ പൊട്ടന്മാരുണ്ട്. അതുകൊണ്ട് എനിക്ക് ടെൻഷനാണ്. ഇനി ഒരു കാര്യം പറയാം, ഞങ്ങളെ മക്കൾ നല്ലോണം പഠിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട നല്ല കുട്ടിയാണെന്നൊന്നും. എനിക്കിപ്പോൾ തിരിഞ്ഞത് കഴിഞ്ഞ ദിവസം എൻ്റെ സ്റ്റേഷനിൽ നിന്ന് ഒളിച്ചോടിയ ഒരു കുട്ടിയില്ലേ,
MBBS ഗോൾഡ് മെഡൽ നേടിയ ഒരു കുട്ടിയെ ഒളിച്ചോടി. LSS USS 10ാം ക്ലാസ്സിൽ നിന്ന് A+, +2 1200 MBBS റാങ്ക് ഗോൾഡ്. ഓടി. നമ്മൾ കൊയിലാണ്ടിട്ട് പിടിച്ചീന. കാമുകനും കാമുകയും കൂടി സ്റ്റേഷനിലേക്ക് വരുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. നിങ്ങൾ കാണണത് കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ. സുന്ദരിയായ ഡോക്ടർ റാങ്കോടെ ഓള് കണ്ടുപിടിച്ച ചെക്കനെ കണ്ടിരുന്നു നിങ്ങൾ. കൈതച്ചക്കൻ്റെ ഒരു മുടിയും ഇങ്ങനത്തെ ഒരു താടിയും ഫുള്ള് കീറിപ്പറിച്ച പേന്റ്. ഞാൻ പേര് ദരിദ്രവാസിയാണ്. നോക്കുമ്പോൾ ദരിദ്രവാസിയല്ലോ കീറിപ്പറിച്ചപ്പെടുക. ഭയങ്കര 6500 ഉണ്ടല്ലോ മിനിമം കീറിപ്പറിച്ചതിന്. എൻ്റെ SI സാർ ഓനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. ഇങ്ങനെ വിക്കറ്റ് കീപ്പർ ബേക്കിൽ നിൽക്കുന്ന പോലെ ഇവനെയും കൊണ്ട് ഇങ്ങനെ വരും. ഞാൻ ചോദിച്ചല്ല സാർ ആദ്യം ഞങ്ങൾ ബേക്കിൽ ഇങ്ങനെ വിക്കറ്റ് കീപ്പറെ പോലെ വന്നതെന്ന് വെച്ചപ്പോൾ സാർ പറഞ്ഞു എടാ CCTV വെച്ചിട്ടുണ്ട് എല്ലാടിയും. ആ ചക്കൻ്റെ പാൻറ്റാറ്റ സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ പോലീസ് ആട്ടിക്കയച്ചാന്ന് പറയും. നമ്മൾ സസ്പെൻഷനാവും. അതുകൊണ്ട് നമ്മളെപ്പോൾ ശ്രദ്ധിക്കണം. ഞങ്ങളെ ശ്രദ്ധ ഉണ്ടെങ്കിൽ പേന്റ് കഴിഞ്ഞു പോകുന്നത് പോലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എനക്ക് ഓൻ്റെ കുറ്റിത്താടിയും മറ്റേ താടിയെല്ലാം 12 വയസ്സ് കഴിഞ്ഞാൽ എന്തു ആവാം. പക്ഷെ ഓൻ്റെ താടിയും വിഷയം കീറിപ്പറിച്ച വസ്ത്രമൊന്നും അല്ല എൻ്റെ വിഷയം. ഈ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഡോക്ടർ എങ്ങനെയാ ഡോക്ടർക്ക് സർട്ടിഫിക്കറ്റ് ഇടുന്നത്? ഒരാളുടെ കണ്ണ് കണ്ടാൽ, ഒരാളുടെ മനസ്സ് കണ്ടാൽ അവന്റെ ശരീരത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി മരുന്നെഴുതി കൊടുത്ത് സാന്ത്വനം നൽകുന്ന ആളിന്റെ പേരാണ് ഡോക്ടർ. എന്നെ കണ്ട ഡോക്ടറിന് തോന്നണം എന്റെ മനസ്സിൽ എന്താന്ന്. അങ്ങനെ ഗോൾഡ് മെഡലോട് കൂടിയ ഡോക്ടർ കണ്ടുപിടിച്ച ഈ കാമുകനുണ്ടല്ലോ 8 മയക്കുമരുന്ന് കേസിലെ പ്രതിയാ പോട്ടെ. അതാ എനക്ക് ചിരിയും സങ്കടവും വന്നത്. പിന്നെ എന്ത് ഡോക്ടറായത്? MBBS എന്ത് A+? ഓരോ ജന്മത്തിൽ ലോകം കാണൂല. ഫുൾ ജയിലിൽ തന്നെ കിടക്കേണ്ട ചങ്ങായാണ് വെളിയും കൂട്ടി പോയത്. എല്ലാവരും ചിരിച്ച്. പക്ഷെ എനക്കങ്ങനെ ചിരി വന്നില്ല. ഞാൻ ആ പെൺകുട്ടിയോട് അവസാനം ചോദിച്ചല്ല ഡോക്ടറെ ഏടുന്ന് കിട്ടി ഈ മയക്കുമരുന്ന് നിങ്ങൾക്ക്? ഡോക്ടർക്ക് ഒരു ബോധവും ഇല്ലേന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ നിങ്ങൾ കേൾക്കണം. നമ്മൾ കേൾക്കാലോ, പറ എങ്ങനെ പറ്റിയിരിക്കും, ഏടുന്ന് കിട്ടി, ഇഞ്ചി അങ്ങനെ കുടുങ്ങി ഇൻ്റെ കൂടെ. അപ്പോൾ ഓള് പറഞ്ഞ വർത്താനം എന്ന് അറിയോ? പോലീസേ ആദ്യമായി എനിക്ക് ഉമ്മ തന്നത് ഈ ചെക്കനാണ്. ഡോക്ടർക്ക് ആദ്യമായിട്ട് ഉമ്മ കൊടുത്തത് ഈ ചെക്കനാ പോലും നമ്മളെ മയക്കുമരുന്ന്. ഡോക്ടർ എന്നോട് പറയാ അങ്ങനെ ഉമ്മ കിട്ടിയാൽ എൻ്റെ ചാരിത്രം പോയില്ലേ ഡോക്ടർ പോലീസേ? ഞാൻ എന്നെ ആലോചിച്ച് നോക്കി. അല്ല എന്നെ അല്ല, ഞാൻ വേറെ കുറെ ആൾ ആലോചിച്ച് നോക്കി. ഉമ്മ കിട്ടിയിട്ട് ചാരിത്രം പോകുന്നതാണെങ്കിൽ നമ്മളെ സ്ഥിതി എന്താ? എനിക്ക് പക്ഷേ ഒരു ഡോക്ടറെ ഇത് പറഞ്ഞെന്ന് ആലോചിച്ചപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനായി? ഇപ്പൊ ടെൻഷനായ? ഞാൻ ഉച്ചക്ക് ലീവ് എടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് പറഞ്ഞ് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് എൻ്റെ ഭാര്യ കോനാ കുത്തിരിക്കുന്നുണ്ട്. ഓള് പറഞ്ഞ് വരുന്നുണ്ട്, എന്തോ കൊണ്ട് വരുന്നുണ്ട്. ഓള് ഞാൻ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാം എൻ്റെ അവിടെ നടക്കും എന്നുള്ള പേടിയുള്ളതുകൊണ്ട് ഞാൻ ഇടക്കിടക്ക് വീട്ടിൽ വരും. എന്നാൽ അത് കണ്ടോള് പറയുന്നത് എന്തോ കൊണ്ട് വരുന്നുണ്ട്. ഞാൻ ആ പെണ്ണ് എടുത്തു. എൻ്റെ മൂത്ത മോള് പഠിക്കുന്ന 6ാം ക്ലാസ്സിലാണ്. ഞാൻ ഓളെ ഇങ്ങോട്ട് വിളിക്കും. ആ പെണ്ണ് വന്നപ്പോ ഇല്ല, ഞാൻ അതിനെ കെട്ടിപ്പിടിച്ചൊരു 10-15 ഉമ്മ കൊടുത്തു. ഓളെ ചിഞ്ഞെന്നാ കളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത് അതല്ല, ഞാൻ പറഞ്ഞുതരാം, ഇത് പറഞ്ഞുതരാം, കൊടുക്കട്ടെ ഞാനിത്. കുട്ടിക്ക് 12-15 ഉമ്മ കൊടുത്തു. ഓളിങ്ങനെ ഒഴിച്ചു നോക്കുമ്പോൾ ഭാര്യനെയും കെട്ടിപ്പിടിച്ചൊരു 10-15 ഉമ്മ ഓക്കും കൊടുത്തു. ആദ്യം ഞാൻ ഈ ഉമ്മ കൊടുത്തു. വേമ്പ്ര ആരെങ്കിലും മനസ്സിലായില്ല? ഈ നാട്ടിൽ നടക്കുന്ന ഏത് സാധനം എൻ്റെ വീട്ടിലേക്ക് വരുമെന്നുള്ള പേടിയുള്ളത് കൊണ്ടല്ലേ എൻ്റെ പേര് പോലീസുകാരൻ. നിങ്ങൾക്ക് ഇതൊന്നും വരൂല എന്ന് വിചാരിക്കുന്നുണ്ടല്ലേ നിങ്ങൾ മനുഷ്യന്മാരായിട്ട് ഇവിടെ ഇരിക്കുന്നത്? എനിക്ക് പ്രശ്നം എന്താ പറയുക, എൻ്റെ 6ാം ക്ലാസ്സിലെ മോള് റോഡുമ്മ കൂടി നടന്നിട്ട് സ്കൂളിൽ പോകുന്നത്. ആ പീടിയൻ്റെ ബേക്കിലാറ്റോ ആ പെണ്ണിനെയും കൂട്ടിയിട്ട് ഏതെങ്കിലും ചക്കം കൊണ്ടുപോയിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പെണ്ണും പറയില്ലേ, അച്ഛാ എൻ്റെ ചാരിത്രം പോയി, ഞാൻ ആ കോന്തപ്പൻ്റെ കൂടി പോകണമെന്ന് ആ കുട്ടി വാശി പിടിക്കുമോ ഇല്ലയോ? അതുകൊണ്ടാ എൻ്റെ മകൾക്ക് ഇനിയിപ്പോ ഞാൻ ദിവസം അങ്ങോട്ട് ഇന്ന് വരെ ഞാൻ എൻ്റെ മക്കൾക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ പറ, എൻ്റെ മോള ഏതെങ്കിലും കോന്തപ്പം പീടിയൻ്റെ വേഗം കൂട്ടിക്കൊണ്ടുപോയിട്ട് ഉമ്മ കൊടുത്താൽ എൻ്റെ മോള് ചരിത്രം പോയി എന്ന് പറയുമോ? എൻ്റെ മോളെന്താ പറയാൻ സാധ്യത? ഓട് പൊട്ട, ഇതെന്റെ അച്ഛൻ എപ്പോഴും തരുന്നതാ മണ്ട എന്ന് പറയാൻ എൻ്റെ മകൾക്ക് നട്ടലുണ്ടാക്കി കൊടുത്തിട്ടില്ല എങ്കിൽ എൻ്റെ പേര് അച്ഛൻ എന്നാണോ? അവിടെയാണ് വിഷയം. ഭാര്യയ്ക്ക് എന്തിനാ കൊടുത്തേ? ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് 3 ദിവസമായി. ഇനിയിപ്പം 11-12 മണിയാവും ഞാൻ ഇനി അങ്ങ് എത്തണമെങ്കിൽ. എൻ്റെ വീട്ടിൽ ഓക്കാണ് സീരിയലും സിനിമയിലും കാണുന്ന ഒരു വരാന്തുണ്ട്. അതിലാണെങ്കിൽ കെട്ടിപ്പിടുത്ത ഉമ്മയും മാത്രമേ ഉള്ളൂ. 4 ദിവസമായിട്ട് ഞാൻ കെട്ടിപ്പിടിച്ചിട്ടില്ല എങ്കിൽ ഓക്ക് ഈ ഉമ്മയെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് ഉമ്മയായിട്ട് മുട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങോട്ടേലും ഇങ്ങോട്ടേലാണെങ്കിൽ ഉമ്മ കൊടുക്കുക മുട്ടിയ കുറേ എണ്ണം ഉണ്ട് താനും. ആ ഒരു പേടി എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഏടെ വരുമ്പോഴും ഓക്കൊരു 10-15 എണ്ണം കൊടുത്തേക്കും. ഇനി പ്രശ്നമുണ്ടോ ഇല്ലയോ? ഓള് സിനിമ കാണുമ്പോൾ ഉമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഓള് പറയൂ
ഇതെല്ലാം ഓറ് തന്നിട്ടാ പോയത് പൊട്ട എന്ന് പറയാൻ എൻ്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ സംതൃപ്തനായ ഒരു ഭർത്താവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറയാൻ മനസ്സിലായല്ലോ? അപ്പോൾ ഈ നാട്ടിൽ അതാണ് ഞാൻ പറഞ്ഞത്, 8ാം ക്ലാസ്സിലെ കുട്ടി മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ വീട്ടിലെ കുട്ടി ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പരിശോധിക്കേണ്ടത് ആരാ? ഇവിടുത്തെ പോലീസുകാരല്ല, ഇവിടുത്തെ രക്ഷാകർത്താക്കളാണ്. അപ്പൊ ഇന്ന് തൊട്ട് ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് ഉപയോഗിച്ചാൽ നിങ്ങളെ മക്കൾ 48 മണിക്കൂർ ഉറങ്ങില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിഷയം. തലശ്ശേരിയിലെ 8ാം ക്ലാസ്സിലെ ചെക്കൻ ഈ ഇത് ഉപയോഗിച്ചപ്പോ ആ കുട്ടീന്റെ ഉമ്മയോട് നമ്മൾ ചോദിച്ചല്ല ഉമ്മ, നിങ്ങൾ ഈ കുട്ടി ഉറങ്ങാതിരിക്കുന്നത് ഉമ്മ ശ്രദ്ധിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? പോലീസേ, ഞാൻ വീണ്ടും പറ്റിക്കപ്പെട്ടു. ഈ ചെക്കനോട് ഉറങ്ങാൻ പറഞ്ഞപ്പോ ഈ ചെക്കൻ പറഞ്ഞെന്നറിയോ? ഉമ്മ, എനിക്ക് കുറെ പഠിക്കുവാനുണ്ട്, ഞാൻ പഠിച്ചങ്ങ് ഉറങ്ങും. ഉമ്മക്കെന്താ? ഉമ്മ പോയി കിടന്ന് ഉറങ്ങിക്കോന്ന്. എന്റെ മകൻ പഠിക്കണം എന്ന് പറയുമ്പോൾ, ഉമ്മയോട് പറയുമ്പോൾ, ഒരു ബാപ്പയോട് പറയുമ്പോൾ ഏതെങ്കിലും ബാപ്പ പറയോ എന്റെ മോൻ കള്ളനാണ് ഇനി ഉറങ്ങിക്കോന്ന്? ആരെങ്കിലും പറയാൻ ചങ്കൂറ്റുണ്ട് എന്റെ മുമ്പിലുള്ള? ഇന്നു മുതൽ ചങ്കൂറ്റം ഉണ്ടാവണം. നിങ്ങളെ വീട്ടിൽ സിസ്റ്റം വളരണം. നിങ്ങളെ മക്കൾ പഠിച്ചാലും പഠിച്ചിട്ടില്ല എങ്കിലും 9 മണിക്കോ 10 മണിക്കോ കിടന്ന് ഉറങ്ങണം. ഇനി പഠിക്കുവാൻ മുട്ടുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ 3 മണിക്ക് എണ്ണീറ്റിട്ട് പഠിച്ചു എന്ന് പറയണം. അറ്റ്ലീസ്റ്റ് സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങിക്കോന്ന് പറയണം. ഇത് പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളെ കുട്ടി ഇത് ഇനി രണ്ടാമത്തേത് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ, ഈ സാധനം ഇല്ലേ, ഈ വെള്ളപ്പൊടി ഉണ്ടല്ലോ, അത് തുറന്നു വെച്ചാൽ അലിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളെ മക്കളുടെ കയ്യിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വളരെ എളുപ്പമാണ്. ലേസിന്റെ പാക്കറ്റ് പോലെ എയർ ടൈറ്റ് ബാഗിന്റെ ഉള്ളിലാണ് കുട്ടികൾ ഇത് സൂക്ഷിക്കുന്നത്. നമ്മൾ കണ്ടെടുത്തുള്ള എവിടെയാ കണ്ടെന്നറിയും? ബെൽറ്റിന്റെ ഉള്ളിൽ ഒരു സ്ട്രിപ്പില്ല, നമ്മളെ പെൺകുട്ടീന്റെ ചുരിദാറിന്റെ കയറിടുന്ന ഒരു സ്ട്രിപ്പ്, ഇങ്ങനത്തെ ഒരു പോലത്തെ ഒരു സാലയില്ലേ, അതിന്റെ ഉള്ളിലാണ് കുട്ടികൾ ഒളിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ വളരെ വളരെ സൂക്ഷിക്കണം. ശരിക്കും അത് ഈ ക്ലാസ് ശരിക്കും അലക്കുമ്പോഴൊക്കെ മക്കളുടെ പാൻറിന്റെ ഇവിടെ ഒക്കെ ഓട്ടം ഉണ്ടോ, ചുരിദാറിന്റെ ഇവിടെ ഒക്കെ വളരെ വളരെ വ്യക്തമായിട്ട് പരിശോധിക്കണം. പിന്നെ ഈ സാധനമുള്ള കുട്ടീൻ്റെ അടുത്തെല്ലാം ഒരു ATM കാർഡ് പോലത്തെ കാർഡ് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്, ഇത് വെച്ച് പൊടിക്കാൻ. അപ്പൊ നിങ്ങളെ മക്കളുടെ ബാഗ് പരിശോധിക്കപ്പെടേണ്ടത് ആവശ്യകത, നിങ്ങളെ മക്കളുടെ ശരീരം പരിശോധിക്കപ്പെടേണ്ടത് ആവശ്യകത ഇന്നു മുതൽ നിങ്ങളെ വീട്ടിലുണ്ട്. എൻ്റെ 3ാം ക്ലാസ്സിലെ ചെക്കന ഈ ബാഗ് പരിശോധിക്കുക നിന്നത് ആരാന്നറിയാം? എൻ്റെ 92 വയസ്സുള്ള അമ്മ. പക്ഷെ അമ്മേനെ ഇവൻ പറ്റിക്കുന്നത് ഞാൻ ശരിക്കും കണ്ണുകൊണ്ടുണ്ടാ. അമ്മയോട് പറഞ്ഞ എല്ലാ ബുക്കും പുറത്തിട്ടിട്ട് ഇവൻ നമ്മൾ കൊടുക്കാത്ത പൈസ അവൻ്റെ കയ്യിലുണ്ടോ, നമ്മൾ കൊടുക്കാത്ത മുട്ടായി അവൻ്റെ കയ്യിലുണ്ടോ, നമ്മൾ കൊടുക്കാത്ത എന്തെങ്കിലും അവൻ്റെ കയ്യിലുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് കിട്ടിയെന്ന് വ്യക്തമായി മറുപടി ഒന്ന് തരണം. അതാണ് കണ്ടീഷൻ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീടിന്റെ മേലെ കുത്തിരിക്കുന്ന ആ പഹയം കണ്ടില്ല. ഇവൻ വന്നപ്പോ 92 അവനെ തടഞ്ഞു നിർത്തി. ബാഗ് പരിശോധിക്കാൻ പറഞ്ഞപ്പോ പറഞ്ഞു, അച്ഛമ്മക്കെന്നെ തീരെ വിശ്വാസമില്ലേ കരച്ചല്. എൻ്റെ അമ്മയില്ലേ, ആ കരച്ചലിന് മുമ്പ് തളർന്നു പോയിട്ട് പറഞ്ഞു, ഞാനല്ലടാ, എനക്കിന്നെ നല്ല വിശ്വാസം, നിന്റെ ആ പൊട്ടൻ അച്ഛനാണ് ഇതിനെല്ലാം കാരണം. ഓൻ പറഞ്ഞിക്കില്ലേ എനക്ക് ഞാൻ നോക്കുന്നില്ല, ഓനാ ഇത്ര പോറ്റിയല്ലേ, എന്നെ 6 ഞാൻ പോറ്റിയല്ലേ എന്നല്ല അമ്മ വീമ്പളക്കുക. ഞാൻ ഓടി വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ അങ്ങളെന്താ ഇപ്പം നമ്മുടെ പ്രശ്നം? ഒന്നുമില്ല. ഞാൻ എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ട്, എൻ്റെ ബാഗ് നോക്കുന്നതിന്. ബാഗ് മറിച്ചിട് എന്ന് പറഞ്ഞപ്പോ ബാഗിൻ്റെ ഉള്ളിൽ എവിടെയും കാണാത്ത 2-3 ബബിൾഗമാണ് ലഹരിയുടെ തുടക്കം. ഞാൻ ഏടുന്നൊന്നും ചോദിച്ചില്ല, ഒരൊറ്റ അങ്ങ് കൊടുത്ത് അമ്മക്കും തിരിഞ്ഞു, ഓനും തിരിഞ്ഞ്, സംഗതിയെല്ലാം തിരിഞ്ഞ്. ഞാൻ പിന്നീട് ഓൻ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് നോക്കാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു. ഓന് ബബിൾഗം കൊടുത്തപ്പോൾ ഇനി ഒരു ബബിൾഗം ഓന് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൻ കൈ ഇങ്ങനെ ആക്കിയതിന് ശേഷം കൈ വലിച്ചഴിഞ്ഞു പോലും. ഈ അടീൻ്റെ പവറും എൻ്റെ മുഖത്തുണ്ട് ഇപ്പോഴും. എൻ്റെ മകനെ ആരെങ്കിലും നശിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ നശിപ്പിക്കാതെ നോക്കണമെങ്കിൽ നമ്മൾ അവനെ നിയന്ത്രിക്കാനും ശാസിക്കാനും തിരുത്താനും 18 വയസ്സ് വരെ ഞങ്ങൾ ചെയ്യേണ്ടുള്ളൂ. 18 വയസ്സ് വരെ നിങ്ങളെ മക്കളെ നിയന്ത്രിക്കാൻ, ശാസിക്കാൻ, തിരുത്താൻ നിങ്ങൾക്ക് ചങ്കുറപ്പ് വേണം. ഓക്കെ, സംഗതി മനസ്സിലായല്ലോ? ഇനി എങ്ങനെ രണ്ടാമത്തെ മനസ്സിലാവുന്ന ഇത് ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കും നിങ്ങളെ മക്കളെ. ഈ പുഴു ഉറങ്ങുന്ന പോലെ ആയിട്ട് ഇത് ഉപയോഗിച്ചാൽ ഉറങ്ങും. പൊളച്ചിട്ട പോലെ ഉറങ്ങും. ഇങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ചെന്ന് നോക്കുമ്പോൾ ചെക്കന് വയറിൽ വേനയായിട്ടായിട്ട് പോലെ ഉറങ്ങുമ്പോൾ MDMA 6.5 കൊല്ലം കൊണ്ട് ചത്തു എന്ന് പറയണ്ട, നിങ്ങൾക്ക് കിട്ടണ്ട. ആദ്യം ദിവസവും നിരീക്ഷിക്കണം ആ കുട്ടീനെ. അപ്പൊ ഇന്നു മുതൽ ഇനിയിപ്പോ ഞാൻ 1-2 കാര്യം പറയാം. കേരളത്തിൽ 256 പ്രണയ കൊലപാതകം നടന്നിട്ടുണ്ട്. 2 ഏറ്റവും ഭീകരമായ കൊലപാതകങ്ങൾ നടന്ന തൃശ്ശൂരിൽ ഒരു കൊലപാതകം നടന്നു. കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഉപ്പാപ്പയും ഉമ്മാമേന്റെയും സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം മോന്റെ മോന ബാംഗ്ലൂരിൽ MBBS-ന് വിട്ടു. ഉമ്മാമയും ഉപ്പാപ്പയും വായിച്ചില്ലേ പത്രത്തിൽ? അങ്ങനെ ചെക്കൻ നല്ല തങ്കപ്പെട്ട ചെക്കനായിരുന്നു.
അവന് 8 മാസമായിട്ടേ ഉള്ളൂ MBBS ചേർന്നിട്ട്. 8ാമത്തെ മാസം അവൻ വീട്ടിൽ വന്നപ്പോൾ ഈ ഉമ്മയും ഇവന് ഭക്ഷണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ വന്നു. ഇവൻ ഉപ്പാപ്പയോട് പറഞ്ഞു വൈകുന്നേരം ആയപ്പോൾ എനിക്ക് 2000 റുപ്യാണെന്ന് പറഞ്ഞു. ഉപ്പാപ്പ പറഞ്ഞു ഉള്ള പൈസ മുഴുവൻ എനിക്ക് തന്നിക്കില്ലേ, പിന്നെയും പൈസക്ക് വയ്ക്കുവാന്ന് ചോദിച്ചു. അവൻ ചോദിച്ചു തെരുവിലേന്ന് ചോദിച്ചു. തെരുവിലൂടെ പൈസ വേണ്ടേന്ന് ചോദിച്ചപ്പോ ഓൻ എന്താ ചെയ്തതെന്നറിയുള്ളൂ. അടുക്കളയിൽ നിന്ന് കത്തിയെടുത്ത് ഉമ്മയുടെ വയറ് കീറി ആ കുടൽമാല എടുത്തിട്ട് ഉപ്പാപ്പന്റെ ചോല അങ്ങ് ഇട്ടുകൊടുത്ത്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഞാൻ കണ്ടതാണ്. ഉപ്പാപ്പന്റെ കഴുത്തറത്ത് മാറ്റിയിട്ട് ഉമ്മാമന്റെ വേത്തം കിട്ടിട്ട് ഓന് തോന്നിയ പോലെ പോയി. ആ ചെയ്ത ക്രൂരതയുടെ പേരാണ് MDMA. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവരെന്തും ചെയ്യും. പറഞ്ഞ മനസ്സിലായില്ലേ? അത് ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ ചെറിയ മക്കളെ ഈ ലഹരി മാഫിയ അവരുടെ വലയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഏറ്റവും ആദ്യം ലഹരി മാഫിയ സെലക്ട് ചെയ്യുന്ന ആരായിരിക്കും അറിയോ? എനിക്ക് ഈ മാണിക്കോത്ത് ജുമാ മസ്ജിദിനെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ആരാധനായ ഉസ്താദിന്റെ മകനെയായിരിക്കും ലഹരി മാഫിയ ആദ്യം സെലക്ട് ചെയ്യുന്നത്. എന്തിനാ? ഉസ്താദിന്റെ മോന്റെ കൂടെ നടക്കണ്ട നിങ്ങൾ ആരെങ്കിലും പറയുമോ? ഇവിടെയുള്ള പോലീസുകാരന്റെ മകനെയായിരിക്കും ഈ ലഹരി മാഫിയ ആദ്യം സെലക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ അധ്യാപകന്റെ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരന്റെ മകനെയായിരിക്കും, മക്കളെയായിരിക്കും സെലക്ട് ചെയ്യുക. കാരണം അവരൊന്നും നമ്മൾ സംശയിക്കൂല. അപ്പൊ ഇനി മുതൽ ഇന്ന് മുതൽ സംശയം എന്ന് പറയുന്നത് 10 വയസ്സുള്ള എല്ലാ മനുഷ്യന്മാരെയും ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് നല്ല കണ്ണുകൾ ഉണ്ടാവണം. ആരെ കുറിച്ച് പറയാനും ചങ്കൂറ്റം കാണിക്കണം. ഓരെന്ത് വിചാരിക്കുന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കരുത്. നിങ്ങൾ 2 പോയിന്റും കൂടി പറയുമ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. എന്തുകൊണ്ടാണ് ബാപ്പയെക്കാളും ഉമ്മയെക്കാളും മഹലിനേക്കാളും വലുത് ലഹരി ആവുന്നത് എന്നാണല്ലോ നിങ്ങളെ ചോദ്യം. നിങ്ങളെ മക്കൾ എന്തുകൊണ്ടാണ് ഇതിലേക്ക് പോകുന്നതെന്നാണല്ലോ ചോദ്യം. നിങ്ങൾ സിഗരറ്റ് കണ്ടിട്ടുണ്ടോ? ഇവിടെ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്നുണ്ടോ? ഇല്ല. തങ്കപ്പെട്ട നാടാട്ടോ ഇത്. സിഗരറ്റ് ആരും വലിക്കില്ല ഇവിടെ. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഒരു വെള്ള സാധനം ഇങ്ങനെ ഊതുമ്പം പുകയെല്ലാം പോവും. അതും കണ്ടിട്ടില്ല. അല്ല കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ സിഗരറ്റ് വലിക്കുന്ന ആരെയും കണ്ടിട്ടില്ല? കണ്ടിരുന്നോ? എന്നാ ഉറപ്പിച്ചോ, നിങ്ങളെ വീട്ടിലോ നിങ്ങളെ നാട്ടിലോ നിങ്ങളെ കൂട്ടുകാരോ സിഗരറ്റോ കള്ളോ ഞാൻ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാമാണ്, മനസ്സിലായില്ലേ? സിഗരറ്റ് വലിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങളെ ഹൃദയത്തിന് കരിങ്കല്ലിന്റെ ശക്തിയാണ്. മനുഷ്യ ഹൃദയമുള്ള ഒരു മനുഷ്യനും മറ്റൊരാൾ സിഗരറ്റ് വലിക്കുന്നതും ബബിൾഗം തിന്നുന്നതും കള്ളു കുടിക്കുന്നതും പാൻപ്രാഗ് തിന്നുന്നതൊന്നും നോക്കി നിൽക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാ? ഈ സിഗരറ്റ് എന്ന് പറയുന്ന വെള്ള സിഗരറ്റ് ആണെങ്കിലും അതിന്റെ ഉള്ളിൽ 78 രാസവസ്തുക്കളുണ്ട്. ഈ 78 രാസവസ്തുക്കളിൽ 72 രാസവസ്തുക്കളും മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കാൻ കഴിയുന്ന സാധനമാണ്. മലപ്പുറം ജില്ലയിൽ പനി പോലെയാണ് പോലും ക്യാൻസർ വരുന്നത്. സൂക്ഷിച്ചോ. അപ്പൊ നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കേണ്ട കൂട്ടുകാരൻ വലിക്കുന്നുണ്ട് എന്ന് പോയിട്ട് പറയണം, ബാപ്പ 78 രാസവസ്തുക്കൾ, നിക്കോട്ടിൻ ഉൾപ്പെടെ 72 രാസവസ്തുക്കളും ക്യാൻസർ വരാൻ കാരണമാവുന്നു നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. പിന്നീട് ബാപ്പയെ കൊണ്ട് സിഗരറ്റ് വലിപ്പിക്കരുത്. നിങ്ങൾ ക്യാൻസർ വരും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇന്നും നാളെയൊന്നും വരില്ല, 14 കൊല്ലം കൊണ്ട് വരും. കരള് പോവും, സ്ട്രോക്ക് വരും, ഹാർട്ട് അറ്റാക്ക് വരും, ഇങ്ങനെ പല സൂക്കേടും വരും. പറഞ്ഞ മനസ്സിലായല്ലോ? അങ്ങനെ വിചാരിക്കുന്ന ഒരാൾക്ക് ആരെങ്കിലും സിഗരറ്റ് വലിക്കാൻ സമ്മതിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ചർച്ച ചെയ്യപ്പെടാത്തത്? പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും സിഗരറ്റ് വലിക്കുന്നത്? നിങ്ങൾ സിനിമ ടാക്കീസ് പോയിട്ടുണ്ടോ? ആ സിനിമ ടാക്കീസ് പോകുമ്പോൾ അല്ലെങ്കിൽ TV-യിൽ സീരിയൽ കാണുമ്പോൾ സിഗരറ്റ് വലിക്കുമ്പോൾ എഴുതി വെക്കുന്നുണ്ടല്ലോ, പുകവലി ആരോഗ്യത്തിന് ഹാനികരം. സിനിമാ തിയേറ്ററിൽ പോയ ആൾക്കാർ എല്ലാവരും കേൾക്കാം, ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ്, ചത്ത് പണ്ടാരടങ്ങിപ്പോവും. സിഗരറ്റിന്റെ പെട്ടിയുമിലും സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ഹെൽത്ത്, ക്യാൻസർ വന്ന 2 ലങ്സിന്റെ ചിത്രം കാണാൻ നിങ്ങൾക്ക്. ഇതൊക്കെ കണ്ടിട്ടും എന്താ ഈ നാട്ടിലെ മനുഷ്യന്മാർക്ക് പേടിയില്ലാതെ പോയത്? ചൊട്ടയിലെ ശീലം. അതാ ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികളുടെ ചൊട്ടയിലെ ശീലമാണ്. സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ വരുമെന്ന് എന്റെ മുമ്പിലുള്ള എല്ലാവർക്കും അറിയാം. അറിഞ്ഞൂടെ? ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എന്താ എല്ലാവരും സിഗരറ്റ് വലിക്കുന്നത് കണ്ടിരിക്കുന്നത്? അവിടെയാണ് നമ്മളെ പോയിന്റ്. സിഗരറ്റ് എപ്പോഴാണ് മനുഷ്യൻ വലിക്കുക? നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരു മനുഷ്യൻ സിഗരറ്റ് വലിക്കും എപ്പാ? വേഗം പറ. എപ്പോഴാണ് മനുഷ്യൻ സിഗരറ്റ് വലിക്കുക? വേഗം പറ. സന്തോഷം വരുമ്പോൾ, സങ്കടം വന്നിട്ട് വെറുതെ ഇരിക്കും. തങ്കപ്പെട്ട ആളാട്ടോ നിങ്ങള്. സങ്കടം വന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ സിഗരറ്റ് വലിക്കും. അങ്ങനെ പരീക്ഷ തോറ്റിട്ട് വെറുതെ ഇരിക്കുമ്പോൾ സിഗരറ്റ് വലിക്കും നിങ്ങള്? ശരി. പിന്നെ എന്തെന്നാ സങ്കടവും ടെൻഷനും? അത് ഈ കള്ളു കുടിക്കുന്ന ആളും സിഗരറ്റ് വലിക്കുന്ന ആളും പറയുന്ന ഒരു സ്വാഭാവികമായ മറുപടിയാ. ഭാര്യ പ്രസവിച്ചപ്പോ സന്തോഷം വന്നപ്പം കുടിച്ചിലേശം. അങ്ങനെ ഒരു മുടന്ന ന്യായം എപ്പോ ഉണ്ടാവും.
പക്ഷെ അവർ പറയുന്ന കാര്യം വളരെ കറക്റ്റ് ആണെന്ന് പറഞ്ഞത്. സങ്കടം വന്നിട്ട് വെറുതെ ഇരിക്കുമ്പോഴാണ് സിഗരറ്റ് വലിക്കുക, സന്തോഷം വന്നിട്ട് വെറുതെ ഇരിക്കുമ്പോഴാണ് സിഗരറ്റ് വലിക്കുക, കള്ളു കുടിക്കുക, എക്സ്ട്രാ. പിന്നെ എപ്പോഴാണ് വലിക്കുക? വേമ്പ്ര പറഞ്ഞോ. ഭക്ഷണം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോൾ. കറക്റ്റ് കേട്ടാ. ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഒന്നങ്ങ് വലിക്കാന്ന് തോന്നുന്നു. ശരിയാണോ? ഒറ്റൊരു എക്സാമ്പിൾ കൂടി പറ. എപ്പോഴാണ് സിഗരറ്റ് വലിക്കുക? കക്കൂസ് പോയിട്ട് വെറുതെ ഇരിക്കുമ്പോൾ. കറക്റ്റ്. നിങ്ങൾ തങ്കപ്പെട്ട മനുഷ്യന്മാരെ, എല്ലാം നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സിഗരറ്റ് വലിക്കും എപ്പോ എന്നാ പറഞ്ഞത്? വേഗം പറ. കക്കൂസ് പോയിട്ട് വെറുതെ ഇരിക്കുമ്പോൾ സിഗരറ്റ് വലിക്കും, ഭക്ഷണം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോൾ സിഗരറ്റ് വലിക്കും, സന്തോഷം വന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ സിഗരറ്റ് വലിക്കും, സങ്കടം വന്നിട്ട് വെറുതെ ഇരിക്കുമ്പോഴും ടെൻഷൻ വന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ സിഗരറ്റ് വലിക്കും. കറക്റ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, ഒരു മനുഷ്യൻ എപ്പോഴാണ് സിഗരറ്റ് വലിക്കുന്നത്? വെറുതെ ഇരിക്കുമ്പോൾ. ശരി, സംഗതി എല്ലാം നിങ്ങൾക്ക് അറിയാം കേട്ടോ. മനുഷ്യൻ എപ്പോഴാണ് മൊബൈൽ ഫോണിൽ മാന്തി മരിക്കുന്നത്? വെറുതെ ഇരിക്കുമ്പോ. TV കണ്ട് മരിക്കുന്ന എപ്പോഴാ? വെറുതെ ഇരിക്കുമ്പോ. ഉറങ്ങി മരിക്കുന്ന എപ്പാ? വെറുതെ ഇരിക്കുമ്പോ. അപ്പൊ ഇവിടെ സിഗരറ്റ് ആണോ വിഷയം? വെറുതെ ഇരിക്കലാണ് വിഷയം. ഉമ്മ മൊബൈൽ ഫോണിൽ മാന്തുന്ന എപ്പാന്ന് നോക്കിയാൽ വെറുതെ ഇരിക്കുമ്പോ. ബാപ്പ വെറുതെ ഇരിക്കും. അപ്പൊ ഇവിടുത്തെ കള്ളിനെതിരെയും കഞ്ചാവിനെതിരെയും പ്രതികരിക്കുക എന്ന് പറയുമ്പോ ഈ മക്കളെ വെറുതെ ഇരിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കുക സമയമില്ല. അന്നേരം കളിക്കുക മുട്ടീന്. വീട്ടിൽ പഠിച്ചു വന്ന അന്നേരം നമുക്ക് കളിക്കാൻ കൂട്ടുകാർ വിളിച്ചു. പശു നമ്മൾ ഒരു സൈഡിൽ നിന്ന് വലിച്ചു. അങ്ങനെ പശുവും വീടും ഉമ്മയും ഉപ്പയും അച്ഛനും അമ്മയും എല്ലാം കൂടിയിട്ട് ഒരു സമയമില്ലാത്ത സമയത്തിന്റെ ഉടമകളായിരുന്നു നമ്മൾ. ശരിയായിരുന്നോ തെറ്റായിരുന്നോ? അതുകൊണ്ട് ഈ മഹലിനോട് എനിക്ക് പറയാനുള്ളത്, ഈ മക്കളെ വെറുതെ ഇരിപ്പിക്കാതിരിക്കാൻ 4 മണി മുതൽ അല്ലെങ്കിൽ 4:30 മണി മുതൽ 6:30 മണി വരെ ഈ കുട്ടികളെ ഗ്രൗണ്ടിൽ കളിക്കാൻ അനുവദിക്കണം. അനുവദിച്ചേ പറ്റൂ. ആ ഗ്രൗണ്ടിൽ ഇവരുടെ ഊർജം മുഴുവൻ നശിക്കണം. ഇവർക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കണം. 18 വയസ്സ് വരെ ഒരു കാരണവശാലും ഒരു മോട്ടോർ വാഹനങ്ങളും ഓടിക്കാൻ പാടില്ല എന്ന നിയമമുള്ള നാട്ടിൽ 18 വയസ്സിന് താഴെ ഒരു കോടീശ്വരന്റെ മകനും മക്കൾക്ക് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കരുത്. അങ്ങനെ ബൈക്ക് വാങ്ങിച്ച ഒരു പോലീസുകാരനുണ്ട് ബാലുശ്ശേരി, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. കേരളത്തിലെ ഏറ്റവും മാന്യന്മാരായ 20 പോലീസുകാരെ എടുത്താൽ ഒരു പോലീസ് ആ പോലീസുകാരനായിരിക്കും. 16 വയസ്സുള്ള ആദിൽ എന്ന് പറയുന്ന ഒരു മോനുണ്ട് പോലീസുകാരൻ. അയാൾ ശബരിമലക്ക് ഡ്യൂട്ടിക്ക് പോയപ്പോൾ അയാൾ ആദ്യം ചെയ്തതെന്നറിയോ? അയാളെ ബൈക്ക് കൂട്ടുകാരന്റെ വീട്ടിന്റെ പോർച്ചിൽ വെച്ച് പൂട്ടിക്കളഞ്ഞു. കാറ് വേറൊരു വീട്ടിൽ വെച്ച് പൂട്ടിക്കളഞ്ഞു. എന്തിനാ കാറും ബൈക്കും പൂട്ടിയെന്നറിയോ? ഈ 16 വയസ്സുകാരനായ ആദിൽ ഈ കാറും ബൈക്കും എടുത്ത് ഓടിക്കുന്നത് പേടിച്ചിട്ട്. 18 വയസ്സ് വരെ കുട്ടികളെ നിയന്ത്രിക്കണം, ശാസിക്കണം, ഉപദേശിക്കണം, തിരുത്തണമെന്ന് നിയമം പറയുന്ന ഈ നാട്ടിൽ 18 വയസ്സിന് താഴെ കുട്ടികളെ ബൈക്ക് ഓടിക്കാൻ പാടില്ല എന്ന് നിയമമുള്ള ഈ നാട്ടിൽ ഈ 16 വയസ്സുകാരനായ ആദിലിനെ ബൈക്ക് ഓടിപ്പിക്കാൻ പഠിപ്പിച്ചത് ആരായിരുന്നു? എന്റെ മോൻ വേഗം ബൈക്ക് പഠിച്ചാല് എന്നെക്കാളും നല്ലോണം ഓടിച്ചോട്ടെ എന്ന് വിചാരിച്ചത് ആരാണ്? ആ ബാപ്പ. പിന്നീട് ഈ ചെക്കൻ +2 ആയപ്പോ ഈ ബൈക്ക് എടുക്കുന്നതിന് ഒരു നിയന്ത്രണം ഇല്ലാതായി. ഡിസംബർ 31-ാം തീയതി ബാലുശ്ശേരിയിൽ നിന്ന് അവന്റെ ഉമ്മയെ ഭീഷണിപ്പെടുത്തി ഉമ്മയുടെ ബൈക്ക് എടുത്ത് 40 കിലോമീറ്റർ അപ്പുറമുള്ള വെള്ളയിൽ എന്ന് പറയുന്ന കോഴിക്കോട് ബീച്ചിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയി. അറിയോ നിങ്ങള്? തിരിച്ചു വരുമ്പോ ഇതുവഴി പ്രവേശിക്കരുത് എന്ന് എഴുതിയ റെയിൽവേ ട്രാക്കിന്റെ ഉള്ളിലൂടെ അവൻ ബൈക്ക് എടുത്ത് ഓടിച്ചപ്പോ എതിരെ വന്ന ട്രെയിനിന് ഈ ആദിൽ ഒരു പോലീസുകാരന്റെ മകനാണെന്ന് മനസ്സിലായില്ല. ഇവൻ നിയമം അനുസരിക്കാത്തൊരു കുട്ടിയാണെന്ന് മനസ്സിലായില്ല. ആ ഉമ്മയുടെയും ഉപ്പയുടെയും പൊന്നുമോൻ ആ ട്രെയിനിന്റെ മുമ്പിൽ കടന്ന് 1.5 കിലോമീറ്റർ ദൂര വലിച്ചിഴക്കപ്പെട്ടത്. അവർക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു തരി, ഒരു വൃത്തിയുള്ള മുഖം പോലും ഇല്ലായിരുന്നു പോലീസുകാരന്. അപ്പൊ നിയമത്തെ അനുസരിക്കാൻ പഠിപ്പിക്കണം, ചൊട്ടയിലെ ശീലം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുട്ടിയെ സന്ധ്യാസമയത്ത് ബാങ്ക് കൊടുക്കുമ്പോ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളെ മക്കളെ 10 മണിയാകുമ്പോഴേക്ക് ഉറക്കാൻ രക്ഷാകർത്താക്കളായ നിങ്ങൾക്ക് കഴിയണം. 5 മണിക്ക് സുബഹിന് എഴുന്നേറ്റ് നിസ്കരിപ്പിക്കാൻ നിങ്ങളെ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് കഴിയണം. 18 വയസ്സ് വരെ ഈ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിങ്ങളെ മക്കളെ ജീവിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നാളെ ഈ ലഹരി മാഫിയ നിങ്ങളെ മക്കളുടെ പുറകെ വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. ഈ MDMA എന്ന് പറയുന്ന സാധനത്തെ ഇന്നു മുതൽ നിങ്ങളെ ജീവിതത്തിൽ, അതിനാണ് പോലീസ് ഒരു പ്രോഗ്രാം തുടങ്ങിയത്. ഈ ലഹരിക്കെതിരെ നിങ്ങളും ഞങ്ങളും ഈ മഹലും ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ചൊന്നായി യുദ്ധം നടത്തിയിട്ടില്ല എങ്കിൽ ഇതിനെ ഇവിടുന്ന് മാറ്റാനൊന്നും കഴിയില്ല. ഈ നാട്ടിൽ ഈ സാധനം വിൽക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ട് എങ്കിൽ ഓൻ 1 കൊല്ലം കൊണ്ട് 7 പേരെ ഈ ലോകത്തേക്ക് കൊണ്ടുവരും. ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ.
ഒരു MDMA വെക്കുന്ന, ഒരു കഞ്ചാവ് വെക്കുന്ന ഒരു ചങ്ങാതി ഈ നാട്ടിലുണ്ട് എങ്കിൽ ഉറപ്പിച്ചു വെച്ചോ, 7 പേരെ അവൻ ഒരു കൊല്ലം കൊണ്ട് ഭ്രാന്തിന്റെ ലോകത്തേക്ക് കൈപിടിച്ച് വലിച്ചു കൊണ്ടുവരും. അത് നിങ്ങളുടെ മകനായിരിക്കാം, എന്റെ മകളായിരിക്കാം, ഇവിടുത്തെ ഏതെല്ലോ മകളും ആയിരിക്കാം. നിങ്ങളെ മക്കൾ നശിച്ചു പോയാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇന്ന് മുതൽ 18 വയസ്സ് വരെ നിങ്ങളെ മക്കൾക്ക് സ്വതന്ത്രമായിട്ട് നിങ്ങൾ മോട്ടോർ വാഹനം വാങ്ങിച്ചു കൊടുക്കരുത്. ഈ 4:30 മുതൽ 6:30 മണി വരെ എന്തിനാ കളിക്കാൻ പറയുന്നത്? ഈറ്റകൾ കളിച്ച് തളരണം. എന്നിട്ട് വൈകുന്നേരം നിസ്കരിക്കുന്നതിന് മുമ്പേ പച്ചവെള്ളത്ത് കുളിക്കണം ഈറ്റകൾ. എന്നിട്ട് കുറെ തിന്നുവാൻ അങ്ങ് കൊടുക്കുങ്ങൾ, അവിലും പഴവും പൂയ്ക്കെല്ലാം കൊടുക്ക്, തിന്നു. അത് ഈറ്റകൾ ഇടുന്ന് പറഞ്ഞ് തിന്നു. എന്നിട്ട് നിസ്കരിച്ചതിന് ശേഷം ഇംഗ്ലീഷ് ബുക്ക് തുറന്നാടെ വെച്ചു കൊടുക്കും. എന്ത് സംഭവിക്കും? അന്നേരം ഉറങ്ങിപ്പോയിട്ടേ ഉറങ്ങിക്കോട്ടെ. അങ്ങനെ ഉറങ്ങിയ പാരമ്പര്യമുള്ള ഒരു മനുഷ്യനും ഈ ലോകത്ത് ലഹരിക്ക് അടിമപ്പെട്ടിട്ടില്ല. അപ്പൊ നിങ്ങളേക്കും പഠിക്കേണ്ടത് സ്കൂളിലെ ടീച്ചർക്ക് അതിനുള്ള അവകാശം കൊടുക്കുക, ഉസ്താദിന് അതിനുള്ള അവകാശം കൊടുക്കുക. പഠിപ്പിക്കേണ്ട കർമ്മങ്ങളും തന്ത്രങ്ങളും മന്ത്രങ്ങളും ഉസ്താദും ടീച്ചേഴ്സും പഠിപ്പിക്കും കുട്ടികളാ. നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളെ കുട്ടികളെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. ഇനി നിങ്ങൾ ഈ റോഡ് മേലെ എണീറ്റ് നിന്നിട്ട് ഈ നമ്മളെ പണ്ട ഈ ബൈക്ക് പോകുന്നുണ്ടില്ല, ഈ ബൈക്കിന്റെ കയ്യിൽ ഉപ്പും ചാക്ക് പുറത്തിട്ട പോലെ കുറയണം പോകുന്നുണ്ട്. നിങ്ങൾ ആരായത്? എന്റെ അംസേന്റെ റോഡ് മേലെ ഡ്യൂട്ടി എടുക്കുമ്പോൾ ഞങ്ങളെ രണ്ടാളും പരിപാടി വന്നാൽ ഈ ബൈക്കുമ്മ പോകുന്നില്ല ആരാന്ന് നോക്കുക. വേഗം കണ്ടാൽ മനസ്സിലാവും. ഭാര്യയും ഭർത്താവും ബൈക്കുമ്മ പോകും വേഗം തിരിയും. രണ്ടുമില്ലേ പിന്നെ പുഴേന്റെ തീരത്തുള്ള തെങ്ങുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടായിരിക്കും. അങ്ങനെ നോക്കിക്കോളൂ. കല്യാണം ഉറപ്പിക്കാൻ നിന്നാൾ തൊടണോ തൊടണ്ടിയോ എന്നിങ്ങനെ ഉണ്ടാവും. ആ ഉപ്പും ചാക്ക് പുറത്തിട്ട പോലെയല്ലേ മറ്റേതാ. അതുകൊണ്ട് സൂക്ഷിക്കണം. പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ആണും പെണ്ണും തമ്മിൽ നിങ്ങൾ ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും പുരുഷ ആൺപെൺ സുരക്ഷ എന്താ പറയുക സമത്വം എന്നൊക്കെ വാദിക്കുന്നുണ്ടെങ്കിൽ സമത്വം വേണം, അതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ആണിന്റെ മഹത്വം ആണും പെണ്ണിന്റെ മഹത്വം പെണ്ണും കാത്തു സംരക്ഷിച്ചു കൊണ്ടാവണം ഇവിടുത്തെ ജെൻഡർ ഇക്വാലിറ്റി എന്ന പക്ഷക്കാരനാണ് ഞാൻ. രാത്രി 11 മണിക്ക് ആത്മാഭിമാന ബോധത്തോടു കൂടി ഏത് പെൺകുട്ടിക്കും ഈ റോഡിലൂടെ നടക്കാൻ കഴിയണം, ഏതൊരു ആൺകുട്ടിക്കും നടക്കാൻ കഴിയണം. അതാണ് എൻ്റെ ആഗ്രഹം. അല്ലാണ്ട് ആണിനെ പോലെ പെണ്ണ് മുടി മുറിക്കുകയും പെണ്ണിനെ പോലെ ആണ് മുടി വളർത്തുകയും ചെയ്യുന്നതും അല്ലെങ്കിൽ ആണ് പെണ്ണിന്റെ മടിയിൽ കടന്ന് ഉരുളുകയും ചെയ്യുന്നതല്ല ജെൻഡർ ഇക്വാലിറ്റി എന്ന പക്ഷക്കാരനാണ് ഞാൻ. ഒറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഞാനും 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചില്ലേ? ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ 2 കിലോമീറ്റർ അപ്പുറമുള്ള ഓർക്കാട്ട് ഹൈസ്കൂളാണ് പഠിച്ചത്. ഞാനും മുഹമ്മദും ആയിഷയും ബിന്ദുവും ഷൈനിയും എല്ലാം ഒന്നിച്ചിട്ടാണ് സ്കൂളിൽ പോയത്. അവിടെ അടിയുണ്ടായിരുന്നു, ഒന്നിച്ച് കളിച്ചിരുന്നു, ഒരു വിഷയമില്ല. ഞാൻ ഒരു ആൺകുട്ടിയും ഷൈനി മറ്റൊരു പെൺകുട്ടിയും സുനി മറ്റൊരു ആൺകുട്ടിയും മുഹമ്മദ് മറ്റൊരു ആൺകുട്ടിയായിരുന്നു. ശരിയാണോ തെറ്റാണോ? ഞങ്ങൾ ഉരുണ്ട് വീണിക്കുണ്ട്. ഉരുണ്ട് വീണ ആണ് വീണ് പെണ്ണ് വീണ് അത്ര തന്നെ. ബെഞ്ചും 1 ഉരുട്ടി അങ്ങ് വീണപ്പോ ഒരാണ് വീണ് ഒരു പെണ്ണ് വീണ്. പക്ഷെ ഇന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയല്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയാവാൻ പ്രാപ്തിയുള്ള ഉമ്മയാവാൻ പ്രാപ്തിയുള്ള ഒരു സ്ത്രീയാണ്. ശരിയാണോ തെറ്റാണോ? പറ. ശരിയാണ്. അങ്ങനെ സ്ത്രീ ആയാൽ എന്താ പ്രശ്നം? ആ കുട്ടിയുടെ ശരീരത്തിലൊന്ന് തോണ്ടിയാൽ, ആ പെൺകുട്ടിയുടെ ശരീരത്തിലൊന്ന് തലോടിയാൽ ആ കുട്ടിയുടെ സെക്സ് ഹോർമോൺസ് വർക്ക് ചെയ്യും. അങ്ങനെ ആ തോണ്ടലും തലോടലും പെൺകുട്ടിയുടെ സെക്സ് ഹോർമോൺസിനെ ഉത്തേജിപ്പിച്ചാൽ പെൺകുട്ടിക്ക് പിറ്റേ ദിവസം മുതൽ ആ തൊടലില്ലാതെ തലോടലില്ലാതെ സാന്ത്വനിപ്പിക്കാതെ കുട്ടിക്ക് ജീവിക്കാൻ കഴിയില്ല. തൊടലും തലോടലും പ്രേമവും ഒരു ലഹരിയായി മാറും ഈ പെൺകുട്ടിക്ക്. നമ്മളെ കാലത്തെ പെൺകുട്ടിക്ക് അത് തോന്നിയിട്ടില്ല. കാരണം എന്തുകൊണ്ടാ? ഓളൊരു ആൺകുട്ടി, ഞാനൊരു ആൺകുട്ടിയും ഓളൊരു പെൺകുട്ടിയായിരുന്നു. ഇപ്പോഴത്തെ 6ാം ക്ലാസ്സിലെ കുട്ടി ആൺകുട്ടിയല്ല, പെൺകുട്ടിയല്ല. പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ കുട്ടിയുടെ ശരീരത്തിന്റെ മാന്യതയെക്കുറിച്ച്? നിങ്ങൾ ആൺപെൺ വ്യത്യാസമില്ലാത്ത സൗഹൃദങ്ങൾ നിങ്ങൾ ഉണ്ടായിക്കോളൂ, അതിനൊന്നും നമ്മളെ എതിരല്ല. പക്ഷെ ആണും പെണ്ണും തമ്മിൽ ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്ന്. അല്ലാണ്ട് കുട്ടീനെ ഒരു ഉമ്മ തരുമ്പോൾ ചാരിത്രം പോയി എന്നല്ല കുട്ടിയെ പഠിപ്പിക്കേണ്ടത്. നിന്റെ ശരീരത്തിൽ ഒരാൾ പോലും തുടരുത് എന്നും ആ ശരീരം പവിത്രമാണെന്നുമുള്ള നല്ല ബോധം മക്കളിൽ ഉണ്ടാക്കി കൊടുക്കുവാൻ ആർക്ക് കഴിയണം? വീട്ടിലെ ഉമ്മമാർക്ക് കഴിയണം. ഉമ്മയ്ക്ക് താങ്ങാവാൻ തണലാവാൻ ബാപ്പയുണ്ടാവണം. വസ്ത്രധാരണത്തിൽ പോലും മാന്യത കണക്കാക്കണം. ഞാൻ നിങ്ങളോട് ചെയ്യട്ടെ, നിങ്ങൾക്ക് ഒരു ട്രൗസറും ബനിയനും ഞാൻ തരാം, ഒരു ഷൂവും തരാം, നിങ്ങൾ ടൗണിൽ കൂടി ഇട്ട് നടക്കുമോ? നമുക്ക് ഇടണം എന്നല്ലുണ്ടെങ്കിൽ അങ്ങോട്ട് ഇടുവാൻ പറ്റൂല. അതെന്താ ഇടാൻ പറ്റാത്ത?
നമ്മളെ ചൊട്ടയിലെ ശീലം, നമ്മളെ ഉപ്പയും ഉപ്പാപ്പയും അധ്യാപകരും നമ്മളെ അങ്ങനത്തെ ഒരു സംസ്കാരം പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ മക്കൾ എന്തു വേണമെങ്കിലും ഇടാണ്ട് നടക്കും. കാരണം നമ്മളെ ഐറ്റികളാ അങ്ങനെ പഠിപ്പിച്ചത്. നമ്മളെപ്പോലെ ആയിപ്പോകരുത് എന്ന് പറഞ്ഞിട്ട് ഈ ശരീരം പ്രദർശിപ്പിച്ച് നടക്കാനുള്ള ഒരു അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങളെ മക്കൾക്ക് ആത്മവിശ്വാസം വേണം. എന്റെ ശരീരത്തിൽ ഒരു പൊട്ടനും തൊടൂല എന്നുള്ള ചങ്കൂറ്റത്തോടു കൂടി നിങ്ങളെ മക്കളെ വളർത്തണങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഒരു എന്ത് വേണമെങ്കിലും നടത്തട്ടെ. അപ്പൊ ഈ പെൺകുട്ടീനെ പ്രണയത്തിന്റെ പേരിൽ മയക്കാൻ ഏറ്റവും നല്ല സാധനം എന്താണ്? അതാണ് എന്റെ വിഷയം. ഈ പെൺകുട്ടീനെ മയക്കാൻ ഏറ്റവും നല്ല സാധനം എന്താ? ഈ സാധനത്തിൽ MDMA കലക്കി കൊടുക്കും. ഒറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞ് ഇതിന്റെ ഭീകരത മനസ്സിലാക്കിയിട്ട് നമുക്ക് പിരിയണം. സാർ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ ഈ പോലീസ് വണ്ടിയിൽ പോകുമ്പോൾ കണ്ടത് ഒരു 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി, നാട്ടിലെ പ്രവാസിന്റെ മോളാ. ഞാനിങ്ങനെ വണ്ടി പോകുമ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ട് പെണ്ണ് ഇറങ്ങി അങ്ങ് പോകുന്നു. പോലീസ് ആ കുട്ടീന്റെ പുറകെയൊന്നും ഓടാൻ പോയില്ല. പോലീസ് ഈ പെൺകുട്ടി എവിടെയാ പോകുന്നതെന്ന് നോക്കുമ്പോൾ അടുത്ത വീട്ടിലെ പണിതീരാത്ത വീടിന്റെ വരാന്തയിൽ ഈ പെണ്ണിനെയും കാത്ത് വേറൊരു ചെക്കൻ നിൽക്കുന്നു. രാത്രി 9:30 മണിക്ക് മറന്നുകൊണ്ടാ. ഈ പെണ്ണിനെ കണ്ടപാട് ചെക്കൻ കെട്ടിയും പിടിച്ച് ഈ പെണ്ണിനാ ഉമ്മ കൊടുത്ത്. ഇത് നമ്മൾ കണ്ട് നമ്മൾ അന്നേരത്താടെ പ്രത്യക്ഷപ്പെട്ട് പോലീസ് പോയപ്പോ ഈ ചെക്കൻ ഞാളെ കണ്ടപ്പോ എണീറ്റാടെ നിന്ന്. ഈ പോലീസിന്റെ ഫ്രണ്ട്സ് ആരാ? നിങ്ങൾ പോലീസിന്റെ ഫ്രണ്ടാ? നിങ്ങൾ ഇതുവരെ നിങ്ങളെ വീട്ടിൽ ഒരു ബർത്ത്ഡേക്ക് ഞാളെ ക്ഷണിച്ചിനാ? നിങ്ങളെല്ലാം കല്യാണത്തിന് നിങ്ങൾ ക്ഷണിച്ചിനാ? പക്ഷെ ഞാള് നിരന്തരം കാണുന്ന കുറെ ചങ്ങായിട്ട് ഇവിടുത്തെ കഞ്ചാവ് കച്ചവടക്കാരൻ ഞാളെ ഫ്രണ്ടാ. സ്റ്റേഷനിൽ ഇടക്കിടക്ക് വരുമല്ലോ. ഇവിടുത്തെ കള്ളും കൂടി ചാണി കിടക്കുന്നവൻ ഞാളെ ഫ്രണ്ടാ. ഇവിടുത്തെ രാഷ്ട്രീയ സംഘടന നടത്തുന്ന ആളുകൾ ഞങ്ങളെ ഫ്രണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനായിട്ട് നിരന്തരം ഇടപഴകുന്ന ആളുകൾ, ഈ കല്ലുകൂടിയനും കഞ്ചാവ് കൂടിയനും അല്ലേ, അടികൂടുന്നവനും അതിർത്തി മാന്തുന്നവനല്ലേ നമ്മളെ ഫ്രണ്ട്. ഈ ചങ്ങാതി നമ്മളെ കണ്ട പെണീറ്റ് നിന്നു. കാരണം എന്താ അറിയോ? ഇവൻ ആ നാട്ടിലുള്ള ഏറ്റവും ഭയങ്കരനായ മയക്കുമരുന്ന് കച്ചവടക്കാരനായിരുന്നു. ഞാൻ ചെല്ലടാ ചക്ക, എനിക്ക് കോടീശ്വരനായ മകന്റെ മോളെ എനിക്ക് എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ടാ പോലീസേ, ഞാൻ ഈ പെൺകുട്ടിക്ക് ഒരു മുട്ടായിമ്മല് MDMA കലക്കിയിട്ട് അങ്ങ് കൊടുത്ത്. ആ MDMA കുട്ടീന്റെ വയറ്റിലായാലും എന്ത് സംഭവിക്കും പറ? കുട്ടി 48 മണിക്കൂർ സന്തോഷത്തിന്റെ ലോകത്ത് പറക്കും. 48 മണിക്കൂർ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പറ? 48 മണിക്കൂർ കഴിയുമ്പോ ഈ കുട്ടിക്ക് വീണ്ടും ഇതേ സാധനം ഇതേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും. കുട്ടി ആരോട് ചോദിക്കും? ഉമ്മയോട് ചോദിക്കോ? കുട്ടി ഈ ഫോൺ നമ്പർ കൊടുത്ത് ഈ ചെക്കനെ വിളിച്ചിട്ടുണ്ടാവും. ചെക്കൻ കൊടുത്തു, 1 പ്രാവശ്യം കൊടുത്തു, 2 പ്രാവശ്യം കൊടുത്തു, 3 പ്രാവശ്യം കൊടുത്തു, 4 പ്രാവശ്യം കൊടുത്തു. 5ാമത്തെ പ്രാവശ്യം ഈ ചെക്കനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇനി ഇത് തരണമെങ്കിൽ ഞാൻ ചേണിമ കൂടി ഇനി ഇറങ്ങി വരണം. 9:30 മണിക്ക് ഇപ്പം കുട്ടി ഇറങ്ങി വരുമോ ഇല്ലയോ? ഇറങ്ങി വരുമോ ഇല്ലയോ? ഇറങ്ങി വന്നു. ഈ ചെക്കൻ പറയാ, പോലീസ് 1.5 കൊല്ലമായിട്ട് 9:30 ഈ പെണ്ണ് എണീമ കൂടി ഇറങ്ങി വരുന്നു. 3:30 മണിക്ക് ഞാൻ ഈ പെണ്ണിനെ എണീമ കൂടി അങ്ങ് കയറ്റി കൊടുക്കും. ഞങ്ങൾ ആ പെൺകുട്ടീനെ എല്ലാം മനസ്സിലാക്കി. ആ ചെക്കൻ ഈ പെൺകുട്ടിക്ക് 18 വയസ്സാകാത്തതുകൊണ്ട് ഈ പെൺകുട്ടിന്റെ ഇഷ്ടത്തോടു കൂടിയാണെങ്കിലും ഇഷ്ടത്തോടു കൂടി അല്ല എങ്കിലും ഈ പെൺകുട്ടിയെ തോണ്ടിയാൽ തലോടിയാൽ ഈ പെൺകുട്ടിക്ക് എന്ത് ചെയ്താലും ചെക്കൻ പോക്സോ ആക്ട് പ്രകാരം ഉള്ളിൽ പോകും. മയക്കുമരുന്ന് കേസ് വേറെ ഉണ്ട്, പോക്സോ ആക്ട് പ്രകാരം വേറെ ഉണ്ട്. അതുകൊണ്ട് 18 വയസ്സിന് താഴെയുള്ള കുട്ടീനെ തൊട്ട് കളിക്കണ്ടങ്ങൾ. അങ്ങനെ ഈ ചെക്കൻ വീണ്ടും ചെയ്യില്ലായി. ഈ പെൺകുട്ടീനെയും കൂട്ടിയിട്ട് നമ്മൾ ആ പെൺകുട്ടീന്റെ വീട്ടിൽ പോയപ്പോ, പ്രവാസിന്റെ വീട്ടിൽ പോയപ്പോ, ഈ പെണ്ണുങ്ങൾ വാതിൽ തുറന്നപ്പോ പോലീസിനെ കണ്ടപ്പോ പോലീസിനെ തെറിവിളിക്കുകയത്. മാന്യമായി ജീവിക്കുന്ന ഈ വീട്ടിൽ രാത്രി എന്താ പോലീസിന് കാര്യം? പോലീസ് പറഞ്ഞ അറിയാണ്ട് വന്നു. ഏതാ പോലീസിന്? നിങ്ങൾ പറയാന്നല്ലോ ചോദിച്ചാൽ കിട്ട്. നിങ്ങൾ ചിരിച്ചുകൊണ്ട് നിന്ന്. നമ്മളെല്ലാം കഴിഞ്ഞപ്പോ ആ അമ്മയോട് ചോദിച്ചമ്മ, നിങ്ങൾ ആ മോള് ഇവിടെ ഉണ്ടോ? ആ ഉമ്മ പറഞ്ഞ വാക്ക് കേട്ടോ? ഓള് ഓളെല്ലാ വിഷയത്തിലും A+. ഓള് നല്ലോണം പാട്ട് പാടും, ഡാൻസ് കളിക്കും, കുംഫു അറിയോക്ക്. ഇപ്പം കുംഫു കഴിഞ്ഞ് വന്നിട്ട് ഒക്കെ സ്വന്തമായ റൂമുണ്ട്, സ്വന്തമായി കിടക്കുന്നുണ്ട്. ഓളെ ഡ്രസ്സെല്ലാം ഓളാ തീരുമാനിക്കുക, ഓളെ മുടി ഓളാ മുറിക്കുക. നമ്മൾ ഓളെ നോക്കുകയേ വേണ്ട, ഓള് എല്ലാം ഓള് ചെയ്തോളൂ. ഫോൺ നോക്കുന്നുണ്ട്. പോലീസ് ഒന്നും ചോദിച്ചില്ല, നിങ്ങളെ മോള് എവിടെയാണെന്നാ ചോദിച്ചത്. ഉമ്മ SA പോലെ എല്ലാം പറഞ്ഞ്. പോലീസ് പറഞ്ഞു, നിങ്ങൾ മോളൊന്ന് വിളിക്കുന്നു പറഞ്ഞപ്പോ ഈ ഉമ്മ മനസ്സ് എന്താ പറയാ ഇളക്കിക്കൊണ്ട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. പോലീസേ, കുംഫു കഴിഞ്ഞിട്ട് കുട്ടി തളന്ന് കിടന്നുറങ്ങുക അവളെ റൂമില്. ഇപ്പൊ ഞാൻ വിളിക്കൂലോളാ, വിളിച്ചാ ദൈവം കോപിക്കും. പോലീസ് പറഞ്ഞു, നിങ്ങളൊന്ന് ചെന്നോ കാട് ഉണ്ടോന്ന്. പോലീസിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഈ ഉമ്മ ആ റൂമിലേക്ക്, അവളുടെ സ്വന്തം റൂമിലേക്ക് ചെന്ന് നോക്കിയപ്പോ കുട്ടിയില്ലേ ഉറങ്ങുന്നുണ്ട് പോലും. കുട്ടി റൂമിൽ ഉറങ്ങുന്നുണ്ട് എന്നാ അമ്മ വന്ന് പറഞ്ഞത്. പോലീസ് തന്നെ, പ്ലീസ് ഉമ്മ, ഞങ്ങൾക്ക് വേണ്ടി ആ കുട്ടീനൊന്ന് വിളിച്ചോണ്ട് വരുമോ?
ആ അമ്മേനെ പോലീസിനെ ശപിച്ചുകൊണ്ട് ഉമ്മ വീണ്ടും റൂമിലേക്ക് ഓടിപ്പോയി ആ കുട്ടിയെ ഉരുട്ടി വിളിച്ചപ്പോ ആ കട്ടിലിൽ നിന്ന് താഴേക്ക് മറിഞ്ഞു വീണത് 3 തലയണിയായിരുന്നു. കഴിഞ്ഞ 1.5 കൊല്ലമായി കുങ്ഫു പഠിക്കുന്ന, ഡാൻസ് കളിക്കുന്ന, പാട്ട് പാടുന്ന, A+ കിട്ടുന്ന കുട്ടി സ്വന്തം റൂമിൽ 3 തലയണ S പോലെ വെച്ച് വെള്ളപ്പതപ്പ് മൂടിയിട്ടാണ് കോന്തപ്പന്റെ കൂടെ ഏണിയമ്മ കൂടി ഇറങ്ങിപ്പോയത്. അമ്മ പറയാ കുങ്ഫു ഉറങ്ങുക തളന്നിട്ട്. നിങ്ങളെ വീട്ടിലെ കുങ്ഫുവിന് ഇന്ന് തൊട്ട് ചെന്നോക്കണം നിങ്ങള്. പിന്നെ ഈ കുട്ടീനെ കാണാതായപ്പോ നിലവിളിച്ചുകൊണ്ട് വന്നിട്ട് പറയും പോലീസെ കാണുന്നില്ല, അയ്യോ അയ്യോ എന്ന് പറയുമ്പോ പോലീസ് ചോദിച്ചു ഇതാണോ നിങ്ങളെ മോള്? അപ്പൊ ഈ ഉമ്മ പറയാം അത് ശരി നിങ്ങളാ തട്ടിക്കൊണ്ടോയേ, ഞാൻ വെച്ച് വേറെ ആരോ വന്ന്. പോലീസ് പറഞ്ഞു കുട്ടി എല്ലാ കാര്യവും ഉമ്മയോട് തുറന്നു പറ. കുട്ടി എല്ലാ കാര്യവും മണിമണി പോലെ കുട്ടിയോട് അമ്മയോട് പറഞ്ഞു. ആ കുട്ടി ഇപ്പോ കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഭ്രാന്താശുപത്രിയിൽ ചികിത്സയിലുണ്ട്, വേണേ ചെന്നോക്കാൻ നിൽക്കും. എനിക്ക് പേടിയാ പിന്നീട്. ഞാൻ എൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ പറയില്ല ഈ സംഗതി എൻ്റെ വീട്ടിലുണ്ടാകുമോ എന്നുള്ള പേടി. ആ പേടിയുടെ ഭാഗമായിട്ട് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം എൻ്റെ വീട്ടിൽ ആരംഭിച്ച് എങ്ങനെയാണെന്നറിയോ? ഞാൻ എൻ്റെ 3ാം ക്ലാസ്സിലെ ചെക്കനെ ഇങ്ങോട്ട് വിളിച്ചു, ഇങ്ങോട്ടോടാ. എൻ്റെ മോളെ ഇങ്ങോട്ട് വിളിച്ചു, 6ാം ക്ലാസ്, ഇങ്ങോട്ട് വഴി. ഭാര്യനെ ഇങ്ങോട്ട് വിളിച്ചു, ഇങ്ങോട്ട് വരി. നമുക്ക് ഇന്ന് മുതൽ 4 റൂമിൽ ഉറങ്ങണ്ട, നമുക്കെല്ലാവർക്കും 1 റൂമിൽ ഉറങ്ങണം. ചെക്കൻ ചോദിച്ചപ്പോൾ 3-4 റൂം ഉണ്ടായിട്ട് പിന്നെ നമ്മളെന്തിനാ വേറെ വേറെ റൂമിൽ ഉറങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മോനെ എൻ്റെ അമ്മ ഒളിച്ചോടുമ്പോൾ നമുക്ക് പിടിക്കണം രാത്രി. എൻ്റെ പെങ്ങള് ഇതിലൂടെ എണിയുമ്പോൾ കൂടി ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് പിടിക്കണം. ഇനി ഞാൻ ഓടുമ്പോൾ ഇഞ്ഞി പിടിക്കണം, ഇഞ്ഞി ഓടുമ്പോൾ ഞാളെല്ലാം കൂടി പിടിക്കും. ചെക്കൻ പറഞ്ഞത് നല്ലതാച്ചാ, അങ്ങനെ പിടിച്ചാൽ നമുക്കൊരു ഇതുണ്ടാവും. എൻ്റെ വീട്ടിലാണെങ്കിൽ 4 ആൾക്ക് കിടക്കേണ്ട കട്ടിലുമില്ല, 3 ആൾക്ക് കിടക്കേണ്ടേ ഉള്ളൂ. അതിന്റെ പ്രത്യേകത അറിയാം, അങ്ങനൊന്നും ഉന്തിയാൽ ഇങ്ങൊന്നും ഒരുത്തം പോകും, ഇങ്ങനൊന്നും ഉന്തിയാൽ ഞാൻ വിചാരിച്ചാൽ നന്നായിക്കുന്നു. ഞാനും വിചാരിച്ചു കാരണം അറിയാം എൻ്റെ വീട്ടിൽ ഇപ്പം കിടത്തങ്ങൾ നോക്കണം. എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ മോൻ്റെ കാലും കൈയും പടച്ചിട്ടിട്ട് മോള് എല്ലാത്തിനെയും കെട്ടിപ്പിടിച്ചിട്ട് ഭാര്യ. നല്ല രസാട്ടോ. പക്ഷെ ഒരു 5-8 ദിവസം കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം പിടിക്കപ്പെട്ടത് ഞാനാ. ആ പെട്ടെന്നൊരു മഴ പെയ്തിക്കില്ല, നമ്മൾ അറിയാതെ ഒരു ദിവസം മഴ പെയ്തിക്കില്ല. പെട്ടെന്ന് അന്ന് ഞാൻ കുറെ വെള്ളം കുടിച്ചിട്ട് കിടന്നയാ. 2 മണിയാകുമ്പോൾ മൂത്രയ്ക്കം മുട്ടിയിട്ട് ഒരു നിവൃത്തിയില്ല. ഞാൻ വിചാരിച്ചു ഇനി മൂത്രയ്ക്കം മുട്ടിയിട്ട് എണീറ്റിട്ട് ചെക്കനാറ്റം നിലവിളിക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ മൂത്രം പിടിച്ചാട് നിന്നു. നിങ്ങൾ മൂത്രം പിടിച്ചു നിൽക്കുക ഇതുവരെ ഒരു അരമണിക്കൂർ നിങ്ങൾ പിടിച്ചു നോക്ക്. മൂത്രം ഒഴിക്കണം എന്ന് വിചാരിച്ചാൽ മരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഞാൻ പിന്നെ പിറ്റത്തെ പേപ്പറിൽ മൂത്രം മുട്ടി മരിച്ചു നാറ്റം വന്നിക്കേണ്ട നാട്ടക്കേസാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, മെല്ലെ ചെക്കൻ്റെ മേത്തുനിന്ന് കൈയെടുത്ത് കാലൊന്നും അറിയാതെ ഞാൻ ആ കിടക്കയിൽ നിന്ന് സാവധാനം നിലത്തേക്ക് ഇങ്ങനെ കാല് വെച്ചപ്പോ ഇല്ലേ ഞാൻ കേട്ടതൊരു നിലവിളിയാ. അമ്മേ അച്ഛനിത് ഒളിച്ചോടുന്ന് പിടിച്ച് ഞാൻ പറഞ്ഞടാ അതിനല്ല, പഠിച്ചോനാണ് അതിനല്ല, മൂത്രം കഴിഞ്ഞ് നോക്ക് വന്നിട്ട് പറയും ഞാൻ മരിക്കണം അച്ഛാ, ആ അച്ഛനെ ഞാൻ വിടൂലെന്ന്. ഞാൻ പറഞ്ഞില്ലേ ഈ ചെറിയ കുട്ടികൾക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ ഒളിച്ചോടുമെന്നുള്ള നല്ല പേടി എൻ്റെ മോനുണ്ട്, മോക്കുണ്ട്, ഭാര്യക്കുണ്ട്, നേരെ തിരിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലൊരു ഉറപ്പ് ഉണ്ട്. എൻ്റെ അമ്മേനെ ഞാൻ പറയില്ല, എനിക്ക് തീരെ സംശയം 60% ഇപ്പം എൻ്റെ അമ്മേനെ വിശ്വാസമുള്ളൂ. കാരണം വേറാമല്ല അങ്ങനെ ഓടിക്കേണ്ട എൻ്റെ അമ്മ ഓടും. അതിനുശേഷം എൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ഞാൻ ഇടക്കിടക്ക് എൻ്റെ അമ്മേനെ വിളിക്കും, അമ്മേ അവിടെ ഉണ്ടാ, ഭാര്യ അവിടെ ഉണ്ടാ, മക്കളുണ്ടോ. ഇപ്പം അമ്മ പറയുകയാണെ ഓൻ എന്നെ ഒരു ശ്രദ്ധ ഉണ്ട്, ഇടക്കിടക്കെല്ലാം വിളിച്ചു നോക്കുന്നു. എനിക്ക് ശ്രദ്ധ എന്തുകൊണ്ടാണ് ഈ ഓടിച്ചോടുന്നത് മേടിച്ചിട്ടാ. അതേപോലെ നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിനെ ശ്രദ്ധിച്ചാൽ എൻ്റെ മകൻ അങ്ങനെ ആവൂല എന്നൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങളെ പാരമ്പര്യം ഒന്നും മക്കൾക്ക് ബാധകമല്ല. അതുകൊണ്ട് മക്കളെ ശ്രദ്ധാപൂർവം നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് ഇന്നു മുതൽ നിങ്ങൾ മനുഷ്യന്മാരാണെന്ന് ഉറപ്പിക്കണം. നിങ്ങൾ വീട്ടിൽ പോവോ, അല്ലാണ്ട് ഒളിച്ചോടൊന്നുമില്ലല്ലോ. നിങ്ങളെ ഭാര്യ നിങ്ങളോട് ഉണ്ടാവോ സാർ? ഒളിച്ചോട് തൂങ്ങിച്ചാൻ പറ്റും ചെയ്യോ? ഉറപ്പ് പറ എന്നോട്. ഇന്ന് വീട്ടിൽ പോയിക്കോളി. പോനാല് ഭാര്യ ഇരിക്കുന്നുണ്ടെങ്കിൽ ഭാര്യന്റെ കണ്ണിലേക്ക് ഒരൊറ്റ നോട്ടാങ്ങ് നോക്കുക. ഭാര്യ നിങ്ങളെ തിരിച്ചു നോക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യ സ്ത്രീയാണ്. അത് ഓടോ ചാടോ തുള്ളിച്ചാടോ എന്നുള്ള അറിയണമെങ്കിൽ അതിന്റെ കണ്ണിലേക്ക് നോക്കി ഒരൊറ്റ ചിരിച്ചിരിക്കുക. ഭാര്യ തിരിച്ച് നിങ്ങളെ കണ്ണിലേക്ക് നോക്കി ചിരി മടക്കി തരുന്നുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും, അത് ഏടിയും പോവില്ല. അങ്ങനെ തിരിച്ചേരി മക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ കെട്ടിങ്ങ് പിടിക്കണം, നെഞ്ചോട് ചേർത്ത് പിടിക്കണം ഈ കുട്ടികളെ. എന്നിട്ട് കണ്ണിലേക്ക് നോക്കുക, ചിരിക്കുക, സംസാരിക്കുക. മക്കൾ നെഞ്ചോട് ചേർന്ന് നിന്ന് നിങ്ങളോട് ചിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അതാണ് മനുഷ്യക്കുട്ടി. ആ കുട്ടി നിങ്ങളെ വിട്ടിട്ട് ഏടിയും പോവില്ല. അല്ലാണ്ട് എന്നെ നിങ്ങളെ ഓഡീഷനാണെന്നൊന്നും പറഞ്ഞൊന്നും കാര്യമില്ല. മക്കളെ സ്നേഹിക്കാൻ, മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നിങ്ങൾ ഇന്നു മുതൽ തയ്യാറാവണം. അങ്ങനെ തയ്യാറായാൽ നിങ്ങളെ മക്കളും ഭാര്യയും ഏടിയും പോവില്ല. നിങ്ങൾ എല്ലാ കാര്യത്തിലും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്.
ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പോലീസ് ഈ പോരാട്ടത്തിന് കൊടുത്ത പേര് യോദ്ധാവ് എന്നാണ്. യോദ്ധാവ് എന്ന് പറഞ്ഞാൽ 99 95 96 6666 നമ്പർ എല്ലാം ഓർമ്മിക്കണം, എല്ലാവരും ഓർമ്മിക്കണം. ഇത് ജീവൻ മരണ പോരാട്ട നമ്പറാണ്. ഈ മണ്ണിൽ ഒരു ലഹരി വസ്തു വിൽക്കുന്ന ഒരു ചങ്ങാതിയും നമ്മൾ ഈ നിമിഷം മുതൽ വെച്ച് പൊറുപ്പിക്കരുത്. അവൻ ഏത് മതമായാലും ഏത് ജാതിയായാലും ഏത് രാഷ്ട്രീയമായാലും അവനെ ഈ മണ്ണിൽ കാലുകുത്താൻ നിങ്ങൾ സമ്മതിക്കരുത്. നമ്പർ ഓർമ്മിച്ചോ. നിങ്ങൾ കൊടുവാളും പടിയൊന്നും എടുത്തിട്ട് അവന്റെ പയ്യിൽ നിന്ന് ഓടൊന്നും വേണ്ട. 99 95 96 6666 ഇതാണ് നമ്പർ, യോദ്ധാവ് വാട്സപ്പ് നമ്പർ. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ആ വിൽക്കുന്ന ചങ്ങാതിന്റെ ഒരു ഫോട്ടോ കാണാണ്ട് എടുത്തിട്ട് ഇതിലങ്ങ് ഇട്ടുതരുക. എവിടെ എപ്പോൾ എങ്ങനെ. മാണിക്കോത്ത് ജുമാ മസ്ജിദിന്റെ മുമ്പിൽ 4/16/1/24 5 മണി എന്ന് പറഞ്ഞിട്ട് ഇട്ടുതരുക. അതിൽ കാഞ്ഞങ്ങാട് പോലീസും പിന്നെ മട്ടന്നൂർ പോലീസും ഒന്നുമല്ല ഉള്ളത്. DGP അദ്ദേഹം മുതൽ താഴേക്കുള്ള സകല യോദ്ധാക്കളും ആ ഗ്രൂപ്പിലുണ്ട്. ഫോട്ടോയിൽ ഈ പറയുന്ന ലഹരി വസ്തുവിന്റെ ഫോട്ടോ ക്ലിയർ ആണ് എങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ആ യോദ്ധാവ് വന്നിട്ട് ചങ്ങായിനും പിടിച്ചങ്ങ് പോകും. അങ്ങനെ നിങ്ങൾക്കൊരു ഈ നാട്ടിലുള്ള ഒരു ചങ്ങാതിയെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ നാട്ടിലുള്ള 7 ജന്മങ്ങളുടെ ഭ്രാന്ത് മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് ഈ നാട്ടിലെ ഏറ്റവും സ്വർഗത്തിലേക്ക് എത്താൻ പ്രാപ്തിയുള്ള ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ മാറും. അപ്പൊ ഉറപ്പായിട്ട് ഇത് ചെയ്യണം. എന്നെ വിചാരിച്ചിട്ട് വൈകുന്നേരം ഈ MDMA പിടിച്ചിട്ട് യോദ്ധാവ് വന്ന് പിടിക്കും, നിങ്ങൾക്ക് ഒരു കുളിർമ ഉണ്ടാകുമ്പോൾ നിങ്ങളെ വാട്സപ്പ് കുടുംബ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഞാനാണ് ഓനെ പിടിപ്പിച്ചത്. പിന്നെ ഒന്നും നോക്കണ്ട, വൈകുന്നേരം വേറൊരു വണ്ടി വരൂ, അർത്ഥങ്ങ് മാറ്റിക്കളി. നിങ്ങളെ അത്രയേറെ ശക്തിയുണ്ട് ഇവിടുത്തെ ലഹരി മാഫിയയ്ക്ക്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്. എല്ലാം മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക, പോലീസിനോടൊപ്പം സഹകരിക്കുക. ഇനി നിങ്ങൾക്ക് എന്നിട്ടും അവനെ പിടിച്ചോണ്ട് പോകുമ്പോൾ ഒരു കുളിർമ ഉണ്ടെങ്കിൽ ബാത്റൂമിൽ പോവുക, കണ്ണാടിയിൽ നോക്കിയിട്ട് നാക്കിയിട്ട് ഇങ്ങ് പോരുക. അല്ലാണ്ട് ഇത് ആരോടും ഷെയർ ചെയ്യരുത്. ഭാര്യയോടും ഭർത്താവോടും മക്കളോടും ഷെയർ ചെയ്യരുത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ എന്താവശ്യത്തിനും പോലീസ് നിങ്ങളോടൊപ്പം ഉണ്ട്. 112 എന്ന് പറയുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. എന്താവശ്യത്തിനും പോലീസ് നിങ്ങളുടെ അടുത്ത് ഓടിയെത്തു. എന്താവശ്യം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വെളിച്ചെണ്ണ വാങ്ങാൻ മറന്നോ ഇതൊന്നും പറഞ്ഞ് വിളിക്കരുത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ സിഗരറ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കേണ്ട, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കൃത്യമായ ചികിത്സ. സിഗരറ്റ് വലിക്കും, കള്ളു കുടിക്കും, കഞ്ചാവ് വലിക്കും ഇവിടെ ഉണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വിമുക്തി എന്ന് പറയുന്ന മിഷൻ അങ്ങനെ ഒരു ചികിത്സ തന്നെ എല്ലാ താലൂക്ക് ഓഫീസിലും ആശുപത്രിയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ അവിടെ എത്തിയാൽ മാത്രം മതി. നിങ്ങളെ മയക്കുമരുന്നിൽ നിന്ന്, സിഗരറ്റിൽ നിന്ന്, കഞ്ചാവിൽ നിന്ന് ആ ചികിത്സ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. മനസ്സിലായല്ലോ. അതെന്ത് വില കൊടുത്തിട്ട് നിങ്ങൾ അവിടെ എത്തിക്കണം. നമ്മളെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരാൾ. ഇനി മക്കൾക്ക് ഇങ്ങനത്തെ ഈ ഭ്രാന്ത് ഉണ്ടോ നോക്കണമെങ്കിൽ മക്കളെ 3-4 ലക്ഷണം മാത്രം നോക്കിയാൽ മതി. ഉപ്പയോടും ഉമ്മയോടും എപ്പോഴും കയർത്ത് സംസാരിക്കുക. വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ ചൊറിഞ്ഞ് സംസാരിക്കുക, എടുത്ത് എറിയുക, ചീത്ത വിളിക്കുക. രാത്രി കുറെ സമയം ഉറക്കൊഴിഞ്ഞിരിക്കുക. രാവിലെ പോത്തിനെ പോലെ കിടന്നുറങ്ങുക. പല്ലൊക്കെ മടി, കുളിക്കാൻ മടി. A+ നിലവാരത്തിൽ പഠിക്കുന്ന കുട്ടി പഠനത്തിൽ നിന്ന് പുറകോട്ടേക്ക് വരിക. ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ എന്തോ ഒരു സംതിങ് റോങ് ആ കുട്ടിക്കുണ്ട്. 94 97 900 200 എന്ന് പറയുന്ന ചിരി എന്ന് പറയുന്ന പോലീസിന്റെ 24 മണിക്കൂർ കൗൺസിലിംഗ് നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക. മക്കളുടെ പ്രശ്നങ്ങൾ സംസാരിക്കുക. എന്ത് ചെയ്യണമെന്ന് അതിലുള്ള വിദഗ്ധന്മാർ പറഞ്ഞു തരും. സംഭവം മനസ്സിലായല്ലോ. 1090 ക്രൈം സ്റ്റോപ്പർ എന്ന് പറയുന്ന നമ്പർ ഓർമ്മിച്ച് നോക്കുക. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ അതിലേക്ക് വിളിക്കുക. ഞാൻ പറഞ്ഞ 4 നമ്പർ ഓർമ്മ ഉണ്ടോ? 4 നമ്പർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങളൊരു മനുഷ്യനാണ്. നിങ്ങളെ തലച്ചോറിന് ഒരു കുഴപ്പമില്ല, തങ്കപ്പെട്ട തലച്ചോറ് തന്നെ. ഈ 4 നമ്പറിൽ പകുതി നമ്പറേ നിങ്ങൾക്ക് ഓർമ്മയുള്ളൂവെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളെ തലച്ചോറിന് ചെറുങ്ങനെ എന്തെല്ലോ പെരാന്തെല്ലാം വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ നമ്പറിൽ ഒറ്റ നമ്പറും നിങ്ങൾക്ക് ഓർമ്മയില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ എന്റെ കരുനാവായോണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാ തലച്ചോറും സമൃദ്ധമാവട്ടെ. ഈ മഹലിലുള്ള എല്ലാ മനുഷ്യരും പരസ്പരം കാണുമ്പോൾ ആലിംഗനം ചെയ്യാൻ, ചിരിക്കാൻ, കൈകൊടുക്കാൻ കഴിയുന്ന മനുഷ്യാത്മാക്കളായി നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ. ഈ നാട്ടിലെ 18 വയസ്സുള്ള കുട്ടികളെ 6:30 മണിക്ക് നമ്മളെ വീട്ടിലേക്ക് അടുപ്പിക്കാൻ, 10 മണിക്ക് ഉറക്കാൻ കഴിയുന്ന, രാവിലെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന നല്ല ഉമ്മയായി, നല്ല ബാപ്പയായി, നല്ല ഒരു കുടുംബമായി മാറുവാൻ കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്